സിനാരിയോ ഇന്ന്, അതായത് 29th ജൂണിന്റെ ടോപ്പിക്, ആ വിഷയം വ്യക്തിയിലെ ശൂന്യതയില് ധ്യാനവും നിരീക്ഷകനെ കുറിച്ചൊക്കെയാണ്. അപ്പൊ തുടങ്ങുന്നത്, നമുക്കത് ഓരോ സ്റ്റെപ്പായിട്ട് പോകുന്നില്ല. ഇപ്പൊ ആഗ്രഹമുണ്ടോ ഇല്ലയോ, എല്ലാവരും ധ്യാനിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ഈ മെഡിറ്റേഷനിലോട്ട് വരുന്നതിന് മുമ്പേ ധ്യാനിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് അഹത്തെയായിരുന്നു നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഞാൻ എന്ന ചിന്ത, അതായത് ആ ലോവർ ഐഡന്റിറ്റിയിൽ നിൽക്കുന്ന ആ വ്യക്തിത്വം, അതിനെ ബേസ് ചെയ്തുള്ള ചിന്തകളും ആ ഞാനും എന്റേതും ഇതിനെക്കുറിച്ചൊക്കെ നിരന്തരമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് അയവിറക്കുകയും അതിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന അതൊരു തരം ധ്യാനം തന്നെയാണോ? പക്ഷെ പിന്നെ അതിൽ കുറച്ചുകൂടെ കഴിയുമ്പം അത് മാറും. അപ്പൊ അതിനു മുമ്പേ നമുക്ക് എന്തോ മനസ്സിലാക്കണം ഈ ധ്യാനത്തിന്റെ മീനിങ്. ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ദെൻ വാട്ട് ഈസ് ധ്യാന? അപ്പോ അത് ഞാന് നമ്മുടെ ഗുരുജിയുടെ കൂടെ പിന്നെ മലേഷ്യ പോയപ്പോ ഗുരുജി എന്നെ കൊണ്ട് ഒരു ബുക്ക്, ഗുരുജി മെഡിക്കൽ കോളേജിൽ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോയി. ഒരു ഡോക്ടർ പോകുന്നതിന് പകരം ഗുരുജി പോയായിരുന്നു. അപ്പൊ പിന്നെ മൈൻഡ്ഫുൾ മെഡിറ്റേഷനെ കുറിച്ച് ഒരു പിന്നെ എന്തായിരുന്നു ഒരു സെമിനാർ ഏതാണ്ടോ നടന്നപ്പം പിന്നെ ബുക്ക് കിട്ടിയായിരുന്നു. ആ ബുക്ക് കിട്ടിയപ്പം അതിനെ ബേസ് ചെയ്ത് അത് വായിക്കാൻ എൻ്റെ കയ്യിൽ തന്നിട്ട് ഗുരുജി പറഞ്ഞു അത് മൊത്തത്തിൽ വായിക്കണം മലേഷ്യ പോകുന്നതിന് മുമ്പേ. അപ്പൊ അവിടെ ആ ഡെഫിനിഷൻ ആ ബുക്കിനകത്ത് ആ ഡോക്ടേഴ്സ് ഒക്കെ കമ്പൈൽ ചെയ്ത് പിന്നെ സെമിനാറിന്റെ ബേസ് ചെയ്ത് ഇതുകൊണ്ടായിരുന്നു. that it is the continuous prolonged നീണ്ടു നിൽക്കുന്ന അറ്റൻഷൻ അല്ലെങ്കിൽ നോക്കിക്കാണൽ അല്ലെങ്കിൽ മോണിറ്ററിങ്, continuous prolonged attention to the thought of any thought. അതാണ് അതിന്റെ കാര്യം. to any thought or to anything. ധ്യാനം എന്ന് പറയുന്നത് അതാണ്, നോക്കിക്കാണല്, തുടർച്ചയായിട്ടുള്ള നോക്കിക്കാണല്, സസ്റ്റെയിൻഡ് അറ്റൻഷൻ. അപ്പോ ആ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ആ നോക്കിക്കാണൽ അല്ലെങ്കിൽ അറ്റൻഷൻ, നിരീക്ഷണം, ദാറ്റ് ഓഫ് എനി തോട്ട്. അപ്പൊ അങ്ങനത്തെ തോട്ട് വന്നപ്പോ ഞാൻ എന്നുള്ള തലത്തിലും എന്റേതെന്നുള്ള തലത്തിലും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളോടൊന്ന് പറഞ്ഞപ്പോ അതാണ് ഞാൻ ഈ എൻക്വയറിയുടെ കാര്യത്തിൽ പോകുമ്പം നിങ്ങളോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതുകൊണ്ടാണ്. ഇതൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളില്. അപ്പൊ അങ്ങനെ വരുമ്പം ഇതായിരുന്നെങ്കിൽ ഡെഫിനിഷൻ ഈ ധ്യാനത്തിന്റെ. നമ്മൾ അന്ന് ഒന്നും തേടിയില്ല, പക്ഷെ നമ്മൾ നിരന്തരം അത് ചെയ്തുകൊണ്ടിരുന്നു, അതിൽ ഫോക്കസ് ചെയ്തു. അങ്ങനെ ഫോക്കസ് ചെയ്ത് വന്നപ്പോഴാണ് ചില ചിന്തകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നത്. നമ്മള് ഇത് ചെയ്തായിരുന്നല്ലോ. അപ്പൊ അവിടെ നമ്മള് എന്തായിരുന്നു നമ്മളെ അന്ന് ബോധവൽക്കരിച്ചത്? അത് ഞാൻ ഈ ചിന്തയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അതൊന്ന് ചിന്തിക്കണം നമ്മള്. അപ്പൊ അവിടെ നിരീക്ഷകൻ ഉണ്ടായിരുന്നോ? ആ നിരീക്ഷകൻ എന്തായിരുന്നു, ആരായിരുന്നു? അപ്പൊ ചിന്തിക്കില്ലേ നമ്മള്? അതൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഐ എം ഷെയറിങ് ഇറ്റ് വിത്ത് യു പീപ്പിൾ. ബിക്കോസ് അങ്ങനെ വരില്ലേ നമുക്ക്? ഒരു തരം സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ ചിന്തിക്കത്തില്ലേ? എന്റെ ഈ ചിന്തകളൊക്കെ ഞാനിനെ കുറിച്ചാണെങ്കിൽ ആ ലോവർ ഐനെ കുറിച്ചാണെങ്കിലും ഞാൻ എങ്ങനെ എനിക്ക് ആ തോട്ടിന്റെ ആ പ്രസൻസ് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയത്? അതാ നമ്മൾ റഫായിട്ട് നമുക്ക് പറയാം, ഒരു ഉന്നത ബുദ്ധി എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിടണം. അതിൽ ഫോക്കസ് ചെയ്ത് അതെങ്ങനെ ഇങ്ങനെ അതിലോട്ട് പോകരുത്. ഇപ്പൊ തൽക്കാലത്തേക്ക് ടോക്ക് പ്രോഗ്രസ് ചെയ്യാനും നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് വിടാം. അപ്പൊ ഈ ഫോക്കസിങ് അവിടെ അന്നുണ്ട്, ഒരു ഫോക്കസർ ഉണ്ട്, ഒരു നിരീക്ഷകൻ അവിടെ ഉണ്ട്. പക്ഷെ അതൊരു ഉന്നത ബോധമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിടാം. അപ്പൊ പിന്നെ അടുത്ത പോയിന്റ് ഗുരുജി പറയുന്നത്, എല്ലാരും മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാനിന്റെ ഞാൻ എന്ന് പറയുന്ന ആ ലോവർ ഐഡന്റിറ്റിയിൽ ഉള്ള അപ്പാരന്റ് ആയി തലത്തിലാണ് അവരിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോ ആ കണ്ടിന്യൂസ്, അത് നിരന്തരമായിട്ടുള്ള ആ നീണ്ടു നിൽക്കുന്ന ആ ശ്രദ്ധ അല്ലെങ്കിൽ ആ ഫോക്കസിങ്, ഞാനിന്റെ പകരം അതിന് പകരം സത്തയിലായാലോ? സത്തയിലാകുവാണെങ്കിൽ അങ്ങോട്ട് മാറ്റണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഞാനിൽ നിന്നും മാറ്റണം. അത് നമുക്ക് തന്നെ പറ്റൂല തീർച്ചയായിട്ടും. നമ്മൾ ഗുരു വന്നു, ഗുരു ചില മെസ്സേജസ് തന്നു, ആ ഗുരുവാക്യങ്ങൾ കേട്ടു,
മെഡിറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞു. ആ മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞപ്പം അവിടെ ഒരു ചിന്ത തന്നത്, ചിന്തയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ നമ്മള് ഈ പിന്നെ ഫോൾസ് ഐഡന്റിറ്റിയിൽ ചെറിയ ഞാനിൽ നിന്നപ്പം എന്തോ ഉണ്ടായിരുന്നു, ചിന്തകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആ ചിന്തകളിൽ നിന്ന് ഒഴിയാനായിട്ട് ഗുരുജി നമ്മളോട് ശ്വസനത്തിൽ ശ്രദ്ധിക്കൂ, പിന്നെ ധ്യാനിക്കാൻ ശ്രമിക്കൂ എന്ന് പറയുമ്പം നമ്മൾ കണ്ണടയ്ക്കുമ്പോ എന്തോ കാണുമായിരുന്നു, ചിന്തകളുടെ ഒരു വെളിയേറ്റം. അതായിരുന്നു ഫസ്റ്റ്. അങ്ങനെ അവിടെയും ഒരു നിരീക്ഷകൻ ഉണ്ടായിരുന്നു. ആ നിരീക്ഷകൻ നമ്മുടെ ചിന്തകള്, ആ ബേസ്മെന്റിന്റെ ചിന്തകളൊക്കെ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗുരുജി നമ്മളെ ഈ കാര്യത്തിനൊക്കെ സബ്ജക്ട് ചെയ്തിട്ട്, അതായത് ധ്യാനം തുടക്കത്തിൽ ഈ പ്രകൃതത്തിലായിരുന്നെങ്കിലും അങ്ങനെ ഇരുന്നു നമ്മള്. എന്തോ ഒരു ഫോക്കസർ അല്ലെങ്കിൽ ഒരു നിരീക്ഷകൻ നമ്മുടെ എല്ലാ ചിന്തകളും റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഗുരുജി തന്ന പിന്നെ മെസ്സേജസ് ഒക്കെ തന്ന് നമ്മള് പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പൊക്കെ ചെയ്ത് ഗുരുവചനങ്ങളും കേട്ട് നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഈ സ്മോൾ ഐ അല്ല, അതല്ലെങ്കിൽ അപ്പാരന്റ് ഐ അല്ല, ഒരു റിയൽ ഐ ഉണ്ട് നല്ല മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നമ്മള് അങ്ങോട്ട് പോയപ്പം ഇത് എന്ന ധ്യാനാത്മക മനസ്സ് വാർത്തെടുക്കണം നന്നും ഗുരുജി പറഞ്ഞിട്ടുണ്ട് 20 വർഷം മുമ്പേ. പക്ഷെ അതെന്താണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ചിലർ അവരവരുടെ സാധനാ തലത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഗസ് ചെയ്തിട്ട് അവര് എന്തോ ചെയ്തിട്ടുണ്ട്, ഈ ചിന്തകളെയൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്തോ ഉണ്ട്. പക്ഷെ ഇവൻ എങ്ങനെ എടുത്ത് കളയും? ആ കാര്യത്തിലൊക്കെ ചില മറ്റേ ഗുരുക്കന്മാരും പറയും, ലുക്ക് അറ്റ് യുവർ തോട്ട്സ് ലൈക്ക് ക്ലൗഡ്സ്, ലെറ്റ് ഇറ്റ് പാസ്, ഡോണ്ട് ഗെറ്റ് അറ്റാച്ച്ഡ് ടു ഇറ്റ് എന്നങ്ങനെ പറയാം. എന്നാലും അത് ചെയ്യാൻ പറ്റുമോ നമുക്ക്? നമ്മൾ നിരീക്ഷിച്ചു, ഫോക്കസ് ചെയ്തു, ഉന്നത ബുദ്ധി കൊണ്ട് ഫോക്കസ് ചെയ്തു. എന്നിട്ട് ഗുരുജി പറഞ്ഞ ബാക്കി ഹിൻസും ഒക്കെ വെച്ചിട്ട് പെതുക്കെ ഗുരുവിന്റെ അടുത്ത് ചെന്ന് ക്യാമ്പ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത്, റിട്രീറ്റ് ക്യാമ്പ്സും എല്ലാം അറ്റൻഡ് ചെയ്ത് പിന്നെ ഒരു സൈലൻസിലോട്ടും ഗുരു കൃപയാൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരു തരം സൈലൻസ് കുറച്ച് കിട്ടി. അത് കഴിഞ്ഞപ്പം അവര് ധ്യാനിച്ചപ്പം അപ്പൊ അവിടെ നടന്നിട്ടുണ്ട് ആ പ്രക്രിയ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ചിന്തയുടെ രണ്ടാമത്തെ പാട്ട്, ധ്യാനിക്കണമെങ്കിൽ ചിന്തയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അപ്പൊ ആ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ധ്യാനം ചെയ്തപ്പം കുറച്ചുകൂടി ശാന്തമായ നമ്മൾ. അതിന് മുമ്പേ നമ്മൾ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ആ ധ്യാനാത്മക മനസ്സ് കുറച്ച് കിട്ടിയപ്പോ ഒരു ശാന്തത വന്നപ്പം ഗുരുവിന്റെ അടുത്ത് വരുമ്പം എല്ലാവർക്കും ഒരു സന്തോഷം. പക്ഷെ തിരിച്ചു പോകുമ്പോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. പക്ഷെ അത് പരിശീലിച്ചു വന്നു അന്നേ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ആ ധ്യാനം ചെയ്തപ്പം സത്തയിലോട്ട് പോകാനായിട്ട് ഫേവറബിൾ കണ്ടീഷൻ വന്നുകൊണ്ടിരിക്കുവായിരുന്നു. അതാണ് ഈ ഇന്നത്തെ ടോക്കിലെ മറ്റേ പാട്ടിൽ പറയുന്നത്. ഗുരുജി നമ്മള് പിന്നെ അറ്റൻഷൻ, അതായത് മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ അഹത്തിനെ ബേസ് ചെയ്തല്ല, സത്തയിലോട്ട് നമ്മുടെ പിന്നെ ധ്യാനം തിരിക്കണം. അതിന് ശ്രമം വേണം. എന്നിട്ട് പിന്നെ പിന്നെ എന്താ പറ്റും, ആ ശ്രമം ഇല്ലാതെ ആ ധാരണ ഉണ്ടല്ലോ, ശ്രമം വേണം. എന്തോ ശ്രമം? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഗുരു നമുക്ക് ധ്യാനിക്കാന്ന് പറയാനും പിന്നെ അവിടെ പോയി അറ്റൻഡ് ചെയ്തിട്ട് അതെല്ലാം എഫേർട്ടാണ്. നമ്മൾ അന്ന് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഗുരുവിന്റെ ഹെൽപ്പോടെ ആ കൃപ രണ്ടും എഫേർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ എഫേർട്ട് ഇല്ലാതെ ആ ഗുരുവിന്റെ ഗുരു വാചകങ്ങളും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്തോ മനസ്സിലാവത്തില്ലായിരുന്നു. ഇത് ഒരു മാറ്റം വരണം എന്ന് നമുക്ക് അറിയാതെ എങ്ങനെയോ അറിഞ്ഞു. അപ്പൊ ആ ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതാ പറയുന്നത്, ഈ പിന്നെ ധാരണ, ഞാൻ നിന്ന് സത്തയിലോട്ട് പോകണമെങ്കിൽ, ആ ഒരു ധാരണ ഉറയ്ക്കണമെങ്കിൽ നമ്മൾ ശ്രമം നടത്തണം. അപ്പൊ ആ ഒരു കാര്യം വേണം, എഫേർട്ട് വേണം. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യുമ്പം, ഈ രീതിയിൽ പോകുമ്പം ആ നമ്മുടെ മനസ്സ് എപ്പോഴും മന്ത്രിച്ച് എന്നെ കുറിച്ച് മാത്രം എന്നുള്ള രീതിയിൽ മന്ത്രിക്കുന്നത് മാറിയിട്ട് കുറച്ച് മാറി ചിന്തിച്ചൊരു ശാന്തതയൊക്കെ വരുമ്പം ഒരു റിയലൈ ഉണ്ട്. അറിയില്ല, പക്ഷെ ആ റിയലൈനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടത്. ആ റിയലൈയെ മാത്രം കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടത്. അങ്ങോട്ട് പോകുമ്പം അത് കൂടി വരും.
ആ രീതിയിൽ നമ്മൾ ആ ഷിഫ്റ്റ് വരണം അവിടെ. അപ്പൊ ആ ഒരു ബോധം ഉണ്ടല്ലോ, അതായത് അത് ഗുരു പറയുന്നുണ്ട്, 2 ബോധമണ്ഡലങ്ങളാണിത്. ഈ വ്യത്യസ്ത രീതിയിൽ പിന്നെ ഗ്രഹിക്കുന്നത്. അതായത് ആന്തരികമായിട്ട് ധ്യാനം വഴി നമ്മള് നിരന്തരം ആ പോയിന്റിനെ കുറിച്ച് മനനം ചെയ്തും ആ മോണിറ്ററിങ് ചെയ്ത ആ ചിന്തകൾ അതിനെ കുറിച്ചും നമ്മൾ ധ്യാനിച്ചപ്പോൾ ആ ഫോക്കസ് ഫ്രോം ഞാനിൽ നിന്നും ശരിയായ ആ വലിയ ഞാൻ, ക്യാപിറ്റൽ എൻ കൊണ്ട് അല്ലെങ്കിൽ ബിഗ് ഐ, സ്മോൾ ഐ നിന്ന് ബിഗ് ഐയിലോട്ട്, ലോവർ സെൽഫിൽ നിന്ന് ആ ഹയർ സെൽഫിലോട്ട് ഞാൻ പോകേണ്ടതാണ്. അത്തരം ആത്മവിചാരം അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോ അത് ചെയ്തത് 2 വ്യത്യസ്തമായ ബോധമണ്ഡല തലമായിരുന്നു. ഇപ്പൊ നമ്മൾ അത് അനുഭവിച്ച് സമ്മതിക്കും. കാരണം ഇപ്പം ഗുരുവിൽ നിന്നും കിട്ടിയ വിശ്വത്തിലെ ശൂന്യതയിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷനില് നമ്മുടെ ഒരു ടോക്കിൽ പണ്ട് ഞാൻ സൂര്യന്റെ പ്രകാശത്തിന്റെ കാര്യം പറഞ്ഞില്ലേ. സൂര്യൻ ഇങ്ങനെ എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ മനുഷ്യർ ഭൂമിയിൽ നിൽക്കുന്നവരെ ഈ ക്ലൗഡ്സും ഒക്കെ വന്ന ഇടയ്ക്ക് ഇത് ഒരു മങ്ങൽ വന്നാൽ നമ്മൾ വിചാരിക്കും, ഓ സൂര്യന് പ്രകാശം കുറയുന്നു, അപ്പൊ അതൊരു ഫങ്ഷണൽ സൂര്യനാണെന്ന് പറയും. പക്ഷെ സത്യത്തിൽ അത് ഫങ്ഷൻലെസ് ആണ്. അതുപോലാണ് സോളും ബോധവും ഫങ്ഷൻലെസ് ആണ്. അതിനൊരു ഫങ്ഷനിങ്, അത് സദാ ഫങ്ഷൻലെസ് ആണ്. അത് സദാ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ സാധകർക്ക് ഒരു ക്ലിയർ മൈൻഡ് ഇല്ലാത്തതുകൊണ്ട്, ക്ലാരിറ്റി ഉള്ള ഒരു ഇന്റലിജൻസും പ്യുവർ മൈൻഡ് അല്ലാത്തതും കൊണ്ട് ആ പ്രകാശം ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് വരുന്നില്ല. ഈ ഞാനീന്ന് നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പൊ ആ 2 തലം, ഞാനായിട്ട് നിൽക്കുമ്പോൾ ഒട്ടും ആ ബോധം പ്രകാശിക്കുന്നില്ല. അതൊരു ബോധമണ്ഡലം. പക്ഷെ ഗുരുവിന്റെ അടുത്ത് വന്നിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് പരിശ്രമമൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോ ആ ഒരു തലത്തിൽ കാമായി വരുമ്പോ അങ്ങോട്ട് പോകുമ്പോ ആ ബോധമണ്ഡലം വേറെ. അതാണ് ഈ ഗുരു പറയുന്ന ബോധവികാസം നടക്കുമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ബോധവികാസം നടന്നപ്പം വിവേകബുദ്ധി അങ്ങനെ കൂടിക്കൂടി വരും. ആ വിവേകബുദ്ധി കൂടിക്കൂടി വരുമ്പോഴാണ് നമുക്ക് അപ്പൊ അതാണ് ആ ഫങ്ഷൻ, പിന്നെ ബോധമണ്ഡലം എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ഈ രീതിയിൽ കാലക്രമേണ ധ്യാനം എങ്ങനാകും? പക്ഷെ ഇപ്പോൾ നമുക്കായിട്ടില്ലത് അത്രയും. ഈ വിവേക ബുദ്ധിയും ഈ പിന്നെ ബോധവികാസവും, അതായത് ബോധമണ്ഡലത്തിന്റെ ആ വികാസവും നടന്നാൽ, ഇത് രണ്ടും നടന്നാൽ ശരിക്കും നടക്കുവാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഈ സത്ത നമ്മളിലോട്ട് ഇങ്ങനെ ചൊരിഞ്ഞു വരുമ്പം, ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പം എന്തോ സംഭവിക്കും? അത് പ്രയത്നരഹിതമായി വിത്തൗട്ട് എനി എഫേർട്ട് അത് നമ്മളിൽ വന്നുകൊണ്ടിരിക്കുമ്പം നിരീക്ഷകൻ വളരുന്നു, വിവേകബുദ്ധി കൂടുന്നു. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മള് ഒരു സ്റ്റേജില് ഒരു എന്താ സൗന്ദര്യം, പിന്നെ അപ്പൊ ആ സൗന്ദര്യം എന്നൊക്കെ പറയുമ്പോ അവിടെ അതിനെ ബേസ് ചെയ്തതാണ് ഈ നിമിഷത്തിലെ. അതായത് എന്തോ പറ്റി, ധ്യാനാത്മക മനസ്സ് സൈലന്റ് ആയി വന്നപ്പം, ശാന്തരായപ്പം, ഉന്നത പിന്നെ ബോധമണ്ഡലത്തിൽ എത്തിയപ്പം, ഉന്നത വിവേകബുദ്ധിയിൽ എത്തിയപ്പം, നിരീക്ഷകൻ കൂടിയപ്പോൾ എന്തോ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ആ പ്രകാശം അല്ലെങ്കിൽ ആ ശോഭ, ആ സത്തയുടെ കൂടുതൽ അങ്ങോട്ട് വന്നപ്പം ഈ നിമിഷത്തിൽ ആ ധ്യാനാത്മക മനസ്സിൽ അവർക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ, ഈ നിമിഷത്തിൽ നിൽക്കാൻ ആ നിരീക്ഷകൻ അവിടെ ഉണ്ട്. അപ്പൊ ആ തലത്തിൽ നിന്ന് ഓരോരുത്തരും അവരുടെ കർമ്മങ്ങള്, ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രോസസ്. ഈ പ്രോസസ് നമ്മുടെ ഉള്ളിൽ നടക്കുവാണ്. ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഗുരുജി പറഞ്ഞ് നമുക്ക് തന്ന ഹിന്റ്, ഓരോ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇതെല്ലാം വർദ്ധിപ്പിച്ച് ഗുരുജി കൊണ്ടുവന്നിട്ട്, അതുകൊണ്ട് സാധകർ അറിഞ്ഞിരിക്കണം, അവർക്ക് ആ ബോധം വരണം. ഇതിങ്ങനെ വളർത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഗുരു 20 വർഷമായിട്ട്. അപ്പൊ ഇനി എന്റെ ഫങ്ഷൻ, എന്റെ ഡ്യൂട്ടി
എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുറിച്ച് പറഞ്ഞതുപോലെ പ്രസന്റിൽ നിൽക്കണം. പ്രസന്റിൽ നിന്നിട്ട് എന്റെ എല്ലാ കർമ്മങ്ങളും ചെയ്യണം. പാസ്റ്റിലോട്ടും പോകരുത്, ഫ്യൂച്ചറിലോട്ടും പോകാതെ അങ്ങനെ നിന്നാൽ ആ നിരീക്ഷകൻ തന്നെ, ആ സത്തയായ ആ നിരീക്ഷകൻ വന്ന് അങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പം നമുക്ക് ഈ നിമിഷത്തിലെ സൗന്ദര്യം നിറഞ്ഞ നിമിഷങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. പാസ്റ്റിലില്ല, ഫ്യൂച്ചറിലില്ല, ഈ മൊമെന്റിൽ നടക്കുന്ന ഇപ്പോഴത്തെ സത്യം അതുപോലെ കാണാൻ, ആ സത്തയുടെ ആ പ്രകാശത്തിൽ കാണാൻ ഒരു പുതിയ ഒരു ആ കാഴ്ച മാത്രം. അതിനകത്ത് വ്യാഖ്യാനമില്ല, പിന്നെ താരതമ്യം പെടുന്നതില്ല, പിന്നെ വിലയിരുത്തലില്ല, ഒന്നുമില്ലാതെ വെറും നിരീക്ഷണം. കാണുന്ന ഓരോ വ്യവഹാരവും ഓരോ കാഴ്ചകളും ഓരോ കേൾക്കും എല്ലാം അത് മാത്രമായിട്ട് മാറും. ആ സൗന്ദര്യത്തിൽ ചെന്നെത്തും. ആ സൗന്ദര്യം ആ പ്രസന്റിലുള്ള, ഈ നിമിഷത്തിൽ പ്രസന്റ് മോമെന്റിലുള്ള സൗന്ദര്യമാണ്. ഇതാണ് ഈ തലത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓരോ നിമിഷത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ പ്ലെയിനിൽ നീ എക്സിസ്റ്റ് ചെയ്യുമ്പം നിന്റെ മനസ്സിൽ ഒരു വിലയിരുത്തൽ വരുന്നില്ല, ആരെ അസസ് ചെയ്യാൻ പോകുന്നില്ല, ആരെക്കുറിച്ച് ഒരു മുദ്രണങ്ങളും ഒന്നും ഉണ്ടാകുന്നില്ല, ഒരു നിർവചനം നിന്നെക്കുറിച്ചും ഇല്ല. ആ മൈൻഡ് സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ അന്തർശാന്തത വരികയും ചെയ്യും. അങ്ങനെ വരുന്ന ഒരു അവസ്ഥ അനുഭവിച്ചറിയുമ്പോഴാണ് നമ്മൾ അറിയണം, ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് പിനക്കൽ, ഏറ്റവും ശ്രേഷ്ഠമായ പിന്നെ രൂപം ഓഫ് എന്തിന്റെ, വിവേക ബുദ്ധിയുടെ, അതായത് നിരീക്ഷകന്റെ. അങ്ങനെ വരുമ്പാണ് ആ രുചി, ധ്യാനത്തിന്റെ രുചി അനുഭവിച്ചു തുടങ്ങുന്നത്. അത് നിശ്ചലത്വമായിരിക്കും എന്ന് പറഞ്ഞാൽ, നിശ്ചലത്വം എന്ന് പറഞ്ഞാൽ എങ്ങനെ, വേണ്ടാധീനം വിലയിരുത്തലില്ല, വേണ്ടാധീനം അതൊന്നുമില്ല, ആ മൈൻഡിന്റെ ഇല്ല. അതാ ഗുരുജി ഇതിന് മുമ്പേ ഉള്ള ടോക്ക് നമുക്ക് ശനിയാഴ്ച വന്നത്. മനസ്സിൽ നിന്നെല്ലാം എല്ലാ കാഴ്ചകളും തട്ടിക്കളയാന്ന് പറയുന്നത് അതാണ് മീനിങ്. അതിന് ഒരു സ്പേസും കൊടുക്കരുത്, എല്ലാം തട്ടിക്കളയണം. ഇത് അനുഭവിച്ചറിയണം. ഇതാണ് ഇനിയും നമ്മൾ പോണ്ട, ഇനിയും ആ മണ്ഡലം അതാണ്. ഇനി നമ്മുടെ ധ്യാനം ആ തരത്തിലോട്ട് പോകണം. ഉള്ളിൽ നമ്മൾ വർക്ക് ചെയ്യണം ആ ഒരു പ്രസന്റിൽ. ഡോണ്ട് ട്രൈ ടു ഐഡന്റിഫൈ നിരീക്ഷകൻ, വിവേക ബുദ്ധി, അതൊന്നും ആക്കാൻ പോകണ്ട. പക്ഷെ ഇതിന്റെ ലക്ഷണം നമുക്ക് കിട്ടുവാണെങ്കിൽ ആ ശാന്തത വരുന്നുണ്ട്. ഭൗതിക ലോകത്തിൽ നമ്മൾ വ്യവഹരിക്കുമ്പോൾ ഒന്നും നമ്മളെ വിലയിരുത്തലും മറ്റേതിനും ഒന്നും പോകില്ല. അത്യാവശ്യത്തിലെ കാര്യം, നമ്മുടെ പണം, നമ്മുടെ സമ്പത്ത്, ഇതൊക്കെ ആരെങ്കിലും നമുക്ക് വെറുതെ തരത്തില്ല. നമുക്ക് അവിടെ നമ്മുടെ സമ്പത്തും നമ്മുടെ പണവും ഇവിടെ ഉണ്ടെങ്കിൽ ആരോടും ഒന്നും ചോദിക്കാതെ നമുക്ക് ജീവിച്ചു പോകാം. അതിന് നമുക്ക് കുറച്ച് അവയർനെസ് ഒക്കെ വേണം. പക്ഷെ അതും വലിയ കോൺഷ്യസ്നസ് ലെവലിൽ നമ്മൾ കൈകാര്യം ചെയ്യും ഇങ്ങനെ ആകുമ്പോൾ. അതാണ് അതിന്റെ കാര്യം. വളരെ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ആ ബ്യൂട്ടിഫുൾ മൂമെന്റിൽ നമ്മൾ വന്ന് എത്തുന്നത്. അപ്പൊ അങ്ങനെ ആ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ട് പിന്നെ അടുത്തത് ഗുരുജി പറയുന്നത്, സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്, എപ്പോൾ മുതലാണോ ഒരുവൻ ശാന്തനാകുന്നത്, നിശബ്ദനാകുന്നത്, അപ്പോൾ മുതൽ സത്തയെ അറിഞ്ഞു തുടങ്ങുന്നു. നമ്മുടെ മുൻവിധികൾ നിറഞ്ഞ മനസ്സ് അപ്പൊ അതിനെ തിരിച്ചറിയും. അത് ശാന്തമാകുമ്പം നമുക്കറിയാം, അയ്യോ ഒരു സൈലൻസ്, വേണ്ടാതീനം എല്ലാം പോയി, നമ്മൾ ലൈറ്റ് ആവും മാനസികമായിട്ട്. പിന്നെ നിത്യവും അങ്ങനെ ജീവിക്കണം. ആവശ്യത്തിന് മാത്രം ചിന്തകൾ, മറ്റേത് ലൈറ്റായിട്ട് അങ്ങനെ പോകണം. അങ്ങനെ പോകുമ്പോഴേ ഒരു ചില സീൻസ് കണ്ടാൽ ഒന്ന് ചിരിക്കാൻ പറ്റുന്നത്. വേറൊരാളെ കാണുമ്പോ ബി റെഡി ടു ആക്സെപ്റ്റ് ആൻഡ് അക്നോളജ് അനദർ വൺ പേഴ്സൺ. അവർ വരുമ്പോ അവരോട് ഒരു സന്തോഷ പ്രകടനം. അപ്പൊ അങ്ങനെ ആ ഔറ നമ്മുടെയും അവർക്ക് കിട്ടുന്ന, അവരും ശാന്തരാകും. അപ്പോ ലക്ഷണം ഇത് ആ ഒരു കാര്യമൊക്കെ ഇതൊരു എന്തിന്റെ ലക്ഷണമാണ്? നിരീക്ഷകന്റെ ജനനമാണ്. ജനിക്കുമ്പോഴാണ് ഇതൊക്കെ തോന്നുന്നത്. അപ്പോ വിവേക ബുദ്ധിയും നിരീക്ഷകന്റെ തമ്മിൽ ഉള്ള കണക്ഷൻ ഈ സൗന്ദര്യത്തിലാണ്. അപ്പൊ സൗന്ദര്യം ഈ മുഖത്തോട്ട്, കണ്ണ് പുറത്തോട്ട് നോക്കുന്നത്, ആ ഇടം അവിടെ അല്ല ആ സൗന്ദര്യം.
സൗന്ദര്യം അകത്തോട്ട് ഉള്ളതാണ്. അതിന്റെ ഡെഫിനേഷൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സ് നടത്തിയ പിന്നെ തിരയിൽ അവിടെ പുറത്തോട്ടുള്ളതല്ല, ആ തേടലല്ല. സത്യത്തെ ഈ സത്യത്തെ അനുഭവിച്ച് അപ്പൊ അകത്തോട്ടുള്ള ഈ പ്രസന്റിലുള്ള സൗന്ദര്യമാണ്. അപ്പം അങ്ങോട്ട് നമ്മൾ നോക്കില്ല. ഈ മൂമെന്റിൽ വസിക്കുന്നതിന്റെ സൗന്ദര്യത്തിന്റെ അനുഭവം ശാന്തത, നിശ്ചലത, മനസ്സില് ഉണ്ടായ കൂമ്പാരമായ സംഗതികളെല്ലാം പോയി മൈൻഡ് ലൈറ്റായിട്ട് റിലാക്സ്ഡ് ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്. അതായിരുന്നു ആ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ. അവര് ആ മെഡിറ്റേഷൻ നമ്മൾ മലേഷ്യ പോയപ്പോ അതായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷെ അത്രയൊന്നും നമുക്ക് അറിവ് കിട്ടിയിട്ടില്ല. പക്ഷെ ആ ഒരു തലത്തിൽ എത്തുമ്പോഴാണ്, ആ ധ്യാനം പെർഫെക്റ്റ് ആകുമ്പോഴാണ്, ആ മനസ്സ് ഡീസ്ട്രെസ്ഡ് ആകും. ഈ ചിന്തകൾ ഇല്ലാതെ വരുമ്പോഴാണ് ഈ ബൈപോലാർ ഡിസോർഡർ ഉള്ള മനുഷ്യർക്ക് അവരുടെ മനസ്സിനകത്ത് ചിന്തയുടെ വേലികയറ്റമൊക്കെ സബ്സൈഡ് ചെയ്യും. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത് നിങ്ങൾ ധ്യാനിക്കൂ 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 എന്ന് പറഞ്ഞാൽ അവർ പറയാൻ പറ്റത്തില്ല, മനസ്സ് കൺട്രോൾ ചെയ്യുന്നവര്. പക്ഷെ ഇത് ശരിക്കും ഒരു ഗുരുവിൽ ആ ട്രസ്റ്റ് വെച്ച് ചെയ്ത് മുന്നോട്ട് പോയാൽ, എനിക്ക് കുട്ടാശന്റെ അടുത്ത് പലതവണ പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുട്ടാശൻ സമ്മതിക്കത്തില്ല, അത് പറയാൻ പറ്റത്തില്ല, എനിക്കത് പറ്റില്ല. പിന്നെ ഗുരുജി അവസാനം പറഞ്ഞപ്പം ഒരു സ്ട്രിക്റ്റ് ആക്ട് എടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ചെയ്യാത്തവര്, മെഡിറ്റേഷൻ ചെയ്യാത്തവർ, ഇങ്ങനെ സാധന ചെയ്യാത്തവർ ഇറങ്ങി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴേ ഒരു സീരിയസ്നെസ് വന്നിട്ട് ആ അടവെല്ലാം സാത്ത് വെച്ചിട്ട് പിന്നെ എല്ലാ നൃത്തത്തിലെ ശൂന്യത കേട്ട് കുറച്ചൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് വന്നപ്പോഴ് അപ്പോഴാണ് ഈ കുട്ടാശനിലും ആ പഴയ സ്റ്റേറ്റിൽ തിരിച്ചു വരാൻ പറ്റിയത്. കുട്ടാശൻ ഓൾറെഡി കുറച്ച് ഇതുണ്ടായിരുന്നു, എന്താണ്, ഫയൽസ് ഉണ്ടായിരുന്നു ചിത്രത്തില്. അപ്പൊ കുട്ടാശൻ കെയിം ബാക്ക് ടു ദാറ്റ് ഓൾഡ് ഫയൽസ്. എന്നിട്ട് തിരിച്ച് പെതുക്കെ അതോട്ട് വന്നിട്ട് കുട്ടാശനകത്ത് വർണ്ണിച്ചു കാണത്തില്ല. ഞാന് ഈ നിരീക്ഷകന്റെ സൗന്ദര്യത്തിൽ എത്തിയെന്ന് കുട്ടാശന് പറയാൻ പറ്റില്ല, എനിക്കും പറയാൻ പറ്റത്തില്ലായിരുന്നു. ഈ ഗുരു ഇത് എഴുതുന്നത് കൊണ്ടാണ് എനിക്ക് ഈ വാക്കുകൾ വരുന്നത്. ഇത് വരുന്നത് ആ ഗുരു പ്രേരണ, ഗുരുബോധ ബിന്ദുക്കൾ നമ്മളിൽ വരുമ്പോഴാണ് നമുക്ക് എന്താണോ നമ്മൾ അനുഭവിച്ചത് നമുക്ക് പറയാൻ പറ്റുന്നത്. വേർഡ്സ് വരണം. ആ ഗുരുബോധ ബിന്ദുക്കളാണ് നമുക്ക് ഇത് ഇട്ട് തരുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പം ഏറെക്കുറെ ആ മൈൻഡ് മാറി. അപ്പൊ ഈ ബൈപോളർ ഡിസോർഡർ ഉള്ളവർക്ക് ഇത് നല്ലതാണ്. എന്നിട്ട് വേറെ ഒരു കാര്യം ഞാൻ പറയാം ഇതിനകത്ത്, അത് ഞാൻ പിന്നെ പറയാം, ക്ലാസ് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ പറയാം. ഇവിടെ എന്താ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇത് ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ ഓർമ്മിപ്പിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഗുരുജി പറയുന്നത്, ഈ അവസ്ഥയിൽ നിങ്ങൾ എത്തുമ്പോൾ സത്യത്തെ അനുഭവിച്ച് അറിയുവാൻ സത്തയിൽ നിലനിൽക്കുന്നവൻ, അവന്റെ ഉള്ളിൽ എല്ലാ ചിന്തകളും, ലൈക് ദീസ് തോട്ട് ഓഫ് ചിന്തസ്, എവിടെ നിന്ന് വന്നു എന്നോ, എവിടെ നിലനിൽക്കുന്നെന്നോ, എവിടേക്ക് പോകുന്നെന്നോ, എവിടെ എത്തുമെന്നോ ഒന്നും ഉണ്ടാവില്ല. ഇതെല്ലാം പോകും. അപ്പോഴാണ് ഈ ഭയം. പിന്നെ ആര് നോക്കും വയസ്സാം കാലത്ത്? ഇതൊന്നും വരില്ല. യു വിൽ ബിക്കം സൈലന്റ്. യു വിൽ ഗിവ് ഇൻ ടു ദാറ്റ് സുപ്രീം പവർ വിച്ച് വിൽ ടേക്ക് യു. അത് നമ്മളെ അങ്ങോട്ടും കൊണ്ടുപോകും. അത് മാത്രമല്ല, നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം അനുഭവിക്കും. ഈ ലെവലിൽ ശരിക്കും വന്നവരാണെങ്കിൽ, അവരെ മനസ്സ് സൈലന്റ് ആയിട്ടുണ്ടെങ്കിൽ, സത്ത അവിടെ ആ സത്തയിൽ നിലനിൽക്കുവാണെങ്കിൽ എന്തെങ്കിലും അത് പ്യൂർ മൈൻഡാണ്. അപ്പൊ പ്യൂർ മൈൻഡ് കൊണ്ട് എന്തെങ്കിലും ഒരു ലേശം ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ മതി. പക്ഷെ അത് നടക്കും. അതും നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യമാവുന്നത് നമ്മൾ നിലനിൽക്കുന്ന സത്യയും ഈ പ്രാപഞ്ചിക സത്യവും ഇത് രണ്ടും സിങ്ക് ചെയ്യുന്നതാണ്. കാരണം ഈ തലത്തിൽ നിന്ന് ഗുരുജി പ്യൂരിഫൈ ചെയ്ത ഒരു മൈൻഡ് തലത്തിൽ നിന്ന് എന്തോ ഒന്ന് ചെറുതായിട്ട് സങ്കല്പിച്ചപ്പോ അത് വന്നു എന്ന് പറഞ്ഞാൽ അത് ആ പ്രപഞ്ചത്തിലുള്ള നിത്യസത്യവും ഇതിനോട് സിങ്ക് ചെയ്ത് അത് നടപ്പിലാവും. അതായിരിക്കും ആ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത്. എനിക്കറിയില്ല, അത് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസും വരും. അപ്പൊ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് സത്ത എന്താണ്? ധ്യാനവും സത്തയാണ് ഇന്നത്തെ. സത്ത ചിന്തയല്ല. സത്ത പിന്നെ ചിന്തിച്ചാൽ അറിയാനാകുന്നതുമല്ല. പിന്നെ സത്തയിലോട്ട് ഉള്ള വഴിയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. പക്ഷെ അതും സത്യമല്ല. പിന്നെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് ഗുരുജി, നിരീക്ഷണമില്ലാതെ ചിന്ത, അതായത് ധാരണ,
നിരീക്ഷണം ഇല്ലാതെ ആ ധാരണ സത്തയിലേക്ക് എത്തുകയില്ല. നിരീക്ഷകൻ വേണം, എന്നാലേ ഉള്ളൂ ഈ ധാരണ ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, പണ്ട് തൊട്ടേ നമ്മൾ ഗുരുജയുടെ കൂടെ ഇരുന്ന് നമ്മൾ ധ്യാനിക്കുമ്പം ആ വേലികേറ്റം വന്നപ്പോഴ് ഇതിനകത്ത് ആ ഒരു ഉന്നത ബുദ്ധി സത്യം പറഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചോ ഇല്ലയോ, ഈ സത്ത അവിടെ അന്നും ഇന്നും എപ്പോഴും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ആ സത്ത തന്നെയായിരുന്നു ആ ഉന്നത ബുദ്ധി. നമ്മുടെ നമുക്ക് വിവേകം കുറഞ്ഞതും കൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നത് എന്റെ ബുദ്ധി, അങ്ങനെയൊക്കെ എത്ര IIT പോകുന്നവരൊക്കെ പറയാം എന്റെ ബുദ്ധി. ഒന്നുമല്ല, ആ സത്ത തന്നെ അത്. ആ സത്ത അന്നും ഉണ്ടായിരുന്നു. അപ്പൊ ആ നിരീക്ഷകൻ അന്നും ഉണ്ടായിരുന്നു. ആ നിരീക്ഷകൻ ഇല്ലാതെ നമ്മൾ ഇങ്ങനെ ഈ വഴിയിലോട്ട് ഗുരുവും ഈ നിരീക്ഷകനും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരെ എത്താൻ പറ്റത്തില്ല. അപ്പൊ നിരീക്ഷകൻ ഇല്ലാതെ ചിന്ത സത്തയിൽ ധാരണ സത്തയിലോട്ട് എത്തത്തില്ല. ചിന്തയിൽ നിന്നും സത്തയിലോട്ട് എത്തത്തില്ല, നിരീക്ഷകൻ വേണം. അപ്പോ ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ് സത്ത, പിന്നെ എങ്ങനാ സത്തയിൽ എത്തുന്നത്, ഈ കാര്യമൊക്കെ പറഞ്ഞത് ചിന്ത വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അനുഭവ തലത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം. അത് നിരീക്ഷകനിലൂടെ മാത്രമേ ഉൾക്കൊള്ളുവാൻ പാടുള്ളൂ. ബിഫോർ ക്ലാസ്, പ്രയർ ക്ലാസ്സിൽ ഗുരുജി എന്താ പറഞ്ഞത്? നിരീക്ഷകൻ എന്താണെന്ന്? സത്തയാണെന്ന്. ആദ്യം പറയും കട്ടിലപ്പടിക്ക് ഇപ്പുറമാണെന്ന്. പതുക്കെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ഇപ്പം പറയുന്ന സത്തയാണെന്ന്. സത്ത മാത്രം നമ്മളെ സത്തയെക്കുറിച്ച് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. അത് ആത്മസാക്ഷാത്കാരം നമ്മുടെ കയ്യിലല്ല. നമ്മളൊന്ന് പിന്നെ പരിശ്രമം ഇട്ടിട്ട് നമ്മളെ വേണ്ടാത്തതെല്ലാം മലിനീകരണവും എടുത്ത് കളഞ്ഞാൽ അത് ഉള്ളിലോട്ട് ഇങ്ങനെ പ്രകാശിക്കുന്നതാണ്. അതൊരു തവണ നടക്കത്തുള്ളൂ. ആ ഒരു തവണ നടന്നാൽ പിന്നെ ശാന്തമായിട്ടിരിക്കാൻ പറ്റും. ആ പറഞ്ഞ ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിക്കോളും. അത് വിലയിരുത്താനും പോകരുത്. എന്നാലും ആ നിരീക്ഷകനിൽ നമ്മള് സദാ അങ്ങോളം ഈ ബോഡി ക്ഷയിച്ചു പോകുന്നവരെ നമ്മൾ ആ തലത്തിൽ നിൽക്കണം. എല്ലാ സജീവികളോട് ശാന്തതയോട് ജീവിക്കുക. അപ്പൊ പിന്നെ അടുത്തത് പറയുന്നത് നിരീക്ഷകനിലൂടെ മാത്രമേ ഉൾക്കൊള്ളുവാൻ പാടുള്ളൂ. പിന്നെ കാരണം നിങ്ങൾ നിലനിൽക്കുന്നത് അവിടെയാണ്, നിങ്ങൾ അതാണ് എങ്കിൽ അത് അറിയാൻ ചിന്തയുടെ ആവശ്യം എന്ത്? ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ടോക്ക് ചെയ്തു. അപ്പൊ ഇനി ഒരു പോയിന്റ് കൂടെ പറയാനുള്ളത് പിന്നെ പറയാം. അതെന്തായിരുന്നു ഏതാണ്ടൊന്ന് ഞാൻ ചിന്തിച്ചു, പക്ഷെ അത് പിന്നെ പറയാം. ഹരിയോ ഹരി ഹരിയോ. നമുക്ക് എല്ലാവർക്കും മനസ്സ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തിരിച്ചറിവെന്ന് പറയാം. അത് നമുക്ക് ബോധ്യമാവുന്നത് നമ്മുടെ ചിന്തകളിലൂടെയാണ്. സാധനയിലേക്ക് കടന്നു വന്നാലും മനസ്സ് നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുകയില്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ തിരിച്ചറിയുന്നത്, മനസ്സുണ്ട് അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്, മനസ്സ് ശാന്തമായിട്ടില്ല എന്നെല്ലാം തിരിച്ചറിയുന്ന എന്തുകൊണ്ടാണ്? ചിന്തകൾ വരുന്നതുകൊണ്ടാണ്. ചിന്തകൾക്ക് ഒരു സാധകന്റെ യാത്രയില് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്, ഒരു പ്രസക്തി ഉണ്ട്. എന്നാൽ അത് ഒരു അപ്രസക്തിയുമാണ്, അതിന് പ്രാധാന്യമില്ലാത്തതുമാണ്. എന്നാൽ ഒരു തലം വരെ അതിന് പ്രാധാന്യമുണ്ട് ചിന്തകൾക്ക്. അത് കഴിയുമ്പം അതിന് പ്രാധാന്യം ഇല്ലാതെയാവുന്നുണ്ട്. ചിന്തകള് വരും, അതിനെ എന്ത് വേണം എന്നാണ് പറയുന്നത്? നിരീക്ഷിക്കണം എന്ന് പറയും. എന്നാൽ തുടക്കത്തിലെ നമുക്ക് വന്ന ചിന്തകൾ എങ്ങനത്തെയായിരുന്നു? ഇതിൽ പറയുന്ന പോലെ അഹം ബേസ്ഡ് ആണ്. അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ സ്പിരിച്വൽ ആണ് എന്നുള്ള ചിന്ത. എന്റെ ഉദാഹരണം പറഞ്ഞു തന്നെ പോവാണ്. ഞാൻ സ്പിരിച്വൽ ആണ്, ഞാനൊരു ഭക്തനാണ്, അല്ലെങ്കിൽ ഞാൻ ശാന്തനാണ് എന്നെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ മനസ്സിനെ കൊണ്ട് വിശ്വസിപ്പിക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഞാൻ എന്തോ ആണ്, അല്ലെങ്കിൽ എന്റെ ക്വാളിറ്റീസ് ആണ് ഇതൊക്കെ എന്ന് ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് ഒരു ഫാൾസ് ഐഡന്റിറ്റി അവിടെ
സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളവരുടെ മുന്നിൽ ഞാൻ ഇട്ടുകൊടുക്കുന്നു. അവർ എന്നെ കുറിച്ച് വിലയിരുത്താൻ വേണ്ടി. അപ്പൊ ആ ചിന്ത എന്ത് ടൈപ്പ് ചിന്തയാണ്? സ്വാർത്ഥമായിട്ടുള്ള അഹത്തിന്റെ കൂടെ നിൽക്കുന്ന ചിന്ത. ആ ചിന്ത കൊണ്ട് പ്രയോജനം ഉണ്ടോ? ഇല്ലേ? ഇല്ല. യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഒരു മാറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രയോജനം ഇല്ല. പ്രയോജനമില്ലാത്ത ചിന്തയാണ്. കാരണം അത് യാഥാർത്ഥ്യമല്ല. അത് നമ്മളെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നില്ല. ആ ചിന്ത യാഥാർത്ഥ്യത്തിൽ നിന്നും മാറ്റിക്കൊണ്ടുപോവുകയാണ്. കാരണം ഒരു ഫോൾസ് ഐഡന്റിറ്റിയെ ഞാൻ ഇതാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം ആ ചിന്ത ഒരിക്കലും ഒരു യഥാർത്ഥ റൂട്ടിലോട്ട് പോകാൻ പ്രയോജനം ചെയ്യാത്ത ചിന്തയാണ്. ആ ചിന്ത അപ്രസക്തമാണ് അവിടെ. എന്നാൽ ആ സമയത്ത് നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല. പിന്നീട് സാധനയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അവധൂജിയെ പോലുള്ള ബോധസ്വരൂപന്മാരുടെ ടീച്ചിങ്സ് വായിച്ച് മനസ്സിലാക്കി മനനം ചെയ്ത് അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് അവിടെ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കാൻ പറ്റുന്നത്. മറ്റേത് ആ ചിന്തകളെ നിരീക്ഷിക്കുന്നില്ലായിരുന്നു. നേരത്തെ ചിന്തകൾക്കൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. അഹം ബേസ് ആയിട്ടുള്ള ചിന്തകൾക്കൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. പിന്നീട് സാധനയിലേക്ക് ഈ ഒരു മനനം, ആന്തരിക യാത്ര ചെയ്തപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ ഈ ചിന്തകളെ ശ്രദ്ധിച്ചു. ആദ്യം നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകളെ ശ്രദ്ധിച്ചു. ആ ചിന്തകളെ ശ്രദ്ധിച്ച് മുന്നോട്ട് വന്നപ്പോ പിന്നെ എന്തവിടെ വർക്ക് ചെയ്തു? വിവേക ബുദ്ധി വർക്ക് ചെയ്തു. വിവേക ബുദ്ധി വർക്ക് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ആ ചിന്തകളെ ചിന്തിപ്പിക്കുന്നത് ആരാണ് എന്നറിയാൻ ശ്രമിച്ചു. അപ്പൊ അതും വീണ്ടും മുന്നോട്ട് പോകുമ്പോ എന്ത് സംഭവിക്കും? ഉയർന്ന ചിന്ത വരണം. ഈ ചിന്തകനെ നോക്കുന്ന ചിന്ത പോരാ, ചിന്തയ്ക്ക് അതീതനാകാനുള്ള ചിന്ത വേണം എന്നുള്ള ഒരു പോയിന്റ് ഇവിടെ കിട്ടി. ഇങ്ങനത്തെ ചിന്തകൾക്ക് പ്രാധാന്യം ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഇത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ചിന്തയാണ്. അപ്പൊ ഇതിന് ഇത് നമുക്ക് പ്രാധാന്യം ഉണ്ട് ഇതിന്. അപ്പൊ അങ്ങനെ വീണ്ടും ആ ഉയർന്ന ചിന്ത വന്നപ്പോൾ അത് നമ്മളെ കൊണ്ട് എത്തിച്ചതിലോട്ടാണ് ധ്യാനാത്മക മനസ്സിലോട്ട് എത്തിച്ചു. ഇപ്പൊ നമ്മൾ ആ ആദ്യം ഉണ്ടായിരുന്ന മനസ്സല്ല, ആ ചിന്തയേ അല്ല. എന്നാൽ ചിന്തകൾ ഉണ്ട് ഇപ്പോഴും. പക്ഷെ ആ ചിന്തകൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മൂവിങ് ഫോഴ്സുകളാണ്. ഒരു ധാരണയുണ്ട്, ഒരു ചിന്തയുണ്ട് ആ ധ്യാനാത്മക മനസ്സിലേക്ക് എത്തിക്കാൻ. കാരണം ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ആ ധ്യാനാത്മക മനസ്സ് വരെ നമ്മളെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോ അതിന്റെ ലക്ഷണം എന്താണ്? നമുക്ക് ഒരു ശാന്തമായ ഒരു മനസ്സിന്റെ ഉടമയാവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെ ബാക്കി ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഇതൊന്നും അധികം അലട്ടുന്നില്ല. അലട്ടുന്നുണ്ടെങ്കിലും ആ അലട്ടുന്നതിനെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നമുക്ക് ബോധ്യമാവുന്നുണ്ട്, എന്റെ മനസ്സ് എന്റെ വാസനകൾക്ക് പുറകെ പോകുന്നത് കൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് അറ്റ്ലീസ്റ്റ് അതെങ്കിലും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ. അത് മൈൻഡ് കാം ആവുന്നത് കൊണ്ടാണ് അത് തിരിച്ചറിയാൻ പറ്റുന്നത്. മൈൻഡ് കാം ആവുമ്പോൾ ഇത് എന്തുകൊണ്ട് തിരിച്ചറിയാൻ വേണ്ടി? പെട്ടെന്നൊരു ഇളക്കം സംഭവിക്കുമ്പോൾ, കാമായിട്ടിരിക്കുന്ന ഒരു, നമ്മൾ ഈ വെള്ളത്തില് ഒരു കല്ലിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടുമ്പോഴത്തേക്ക് അവിടെ റിപ്പിൾസ് ഉണ്ടാവുന്നില്ലേ, വേവ്സ് ഉണ്ടാവുന്നില്ലേ? അപ്പൊ അത് പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ലേ? അതുപോലെ ശാന്തമായിട്ടിരിക്കുന്ന മനസ്സിൽ ഒരു വേണ്ടാത്ത ഒരു കാര്യം വരുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എന്താണ്? എന്റെ മനസ്സ് ശാന്തമായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് പോലും അപ്പോഴാണ്, ആ ഇളക്കം സംഭവിക്കുമ്പോഴാണ്. പക്ഷെ അതൊരു ധ്യാനാത്മക മനസ്സ് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരിത് നമുക്ക് തിരിച്ചറിയാനും സാധിക്കുന്നത്. അവിടെ എന്തുണ്ട്? ധ്യാനാത്മക മനസ്സുള്ളതിന് എന്തുണ്ട്? മുൻവിധി ഇല്ല. മുൻവിധി ഇല്ലാത്ത മനസ്സാണ് അവിടെ. മുൻധാരണകളില്ല, ലക്ഷ്യത്തെ പറ്റിയുള്ള ചിന്തയില്ല അവിടെ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവിടെ എന്താണ് ശരിക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്ര എങ്ങോട്ടാണ്? ഈ നിമിഷത്തിൽ നിലനിൽക്കാനുള്ള യാത്രയാണ്. ഇപ്പൊ ഒരു സെക്കൻഡ് നമുക്ക് ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷത്തിന്റെ ഒരു എക്സ്റ്റൻഷന് വേണ്ടിയുള്ള യാത്രയാണ്. അത് 1 മിനിറ്റ് ആക്കാം, 5 മിനിറ്റ് ആക്കാം, 10, 1 മണിക്കൂർ, അങ്ങനെ അതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള യാത്രയാണ് പിന്നീടുള്ളത്. അത് 24 മണിക്കൂറും നമ്മളിൽ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനകളും ഈ പ്രാക്ടിക്കൽ സെഷൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നത്.
അപ്പൊ ഈ നിമിഷത്തിൽ നിലനിന്നുകൊണ്ടുള്ള യാത്രയാണിത്. യഥാർത്ഥത്തിൽ അവിടെ യാത്ര എന്ന് പറയുന്നത് ഇല്ല, ആ എക്സ്റ്റൻഷൻ മാത്രമാണ്. എങ്ങനെ? ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മള് കരയിൽ നിന്നിട്ട് കടലിനെ കാണുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നു എന്താണ്? നമ്മൾ കരയിൽ നിൽക്കുന്നു, കടല് അവിടെ. വെള്ളത്തിലോട്ട് പോകുന്ന ഒരാൾ നീന്തി അവ ഇപ്പൊ വെള്ളത്തിലാണ് എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൊ കരയും കടലും ഉണ്ട്. എന്നാൽ കടൽ എവിടെയാണ് നിലനിൽക്കുന്നത്? കരയിൽ തന്നെയാണ്. അവിടെ ആ വ്യത്യാസം ഇല്ല, കടലിന് ആ വ്യത്യാസം ഇല്ല. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ആ വ്യത്യാസം വരുന്നത്. അതുപോലെയാണ് ഈ ധ്യാനാത്മക മനസ്സിലൂടെ പോകുമ്പോൾ നമുക്ക് ഈ ഇളക്കം സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന, അയ്യോ എന്റെ മനസ്സ് പോയോ എന്നൊക്കെ നമുക്കൊരു ചിന്ത വരുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അതൊരു ശാന്തമായിട്ടുള്ള മനസ്സിന്റെ ഉടമയാകാൻ സാധിച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഒന്നും വ്യത്യാസമില്ല, പഴയ മനസ്സല്ല എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടണം, അത് നമ്മൾ ഉറക്കണം. അപ്പൊ നമുക്ക് സ്മൂത്ത് ആയിട്ടൊരു ഒരു റൂട്ടിൽ ഇങ്ങനെ പോകാൻ പറ്റും. ഇപ്പം നമ്മള് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നു എന്ന് വയ്ക്കുക. ആദ്യം എന്ത് പറ്റും? ഒരാള് നമ്മളെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കും, ഇല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്വയം ഓടിക്കാൻ അത് പഠിക്കും. നമുക്കത് വശമായി, നമുക്ക് വണ്ടി ഓടിക്കാൻ വശമായി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കൊരു ടാർജറ്റ് ഉണ്ട്. തൽക്കാലം ടാർജറ്റ് ബാലരാമപുരം എന്ന് വയ്ക്കുക. നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിച്ചു, വണ്ടി ഓടിക്കുന്നു, വണ്ടി ഓടിച്ച് ബാലരാമപുരത്തേക്ക് എത്തുന്നു, ടാർജറ്റിലേക്ക് എത്തുന്നു, ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. അതിനു മുന്നേ നമ്മൾ എന്ത് ചിന്തിച്ചു? വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ബാക്കിയുള്ളവർ ഓടിക്കുന്ന കണ്ടിട്ട് നമ്മൾ ചിന്തിച്ചു, എനിക്കും വണ്ടി ഓടിക്കണം, ഇങ്ങനെയായിരിക്കും ഓടിക്കേണ്ടത് എന്നുള്ള അറിവുകളെല്ലാം നമുക്കുണ്ട്. എന്നിട്ട് ഒരാൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ അറിവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നു. നമ്മൾ സ്വയം ഓടിക്കുമ്പോൾ അത് നമ്മൾ പഠിച്ചു, നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. ആക്സിലേറ്റർ കൊടുക്കുന്നു, ബ്രേക്ക് പിടിക്കുന്നു, ഇത് എല്ലാം ചെയ്യുന്നു, ഗിയർ ഇടുന്നു, ഇതെല്ലാം ചെയ്യുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം നമ്മുടെ ലക്ഷ്യം എങ്ങോട്ടായിരിക്കും? ബാലരാമപുരം. അതേ ഉള്ളു ചിന്ത നമ്മുടെ. പക്ഷെ അവിടെ വേറൊരു ചിന്ത കയറി വന്നാലോ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും, നമ്മൾക്ക് ആക്സിഡന്റ് വരെ പറ്റാം. വേറൊരു അനാവശ്യമായിട്ടുള്ള ചിന്ത വന്നാൽ, അല്ലെങ്കിൽ വഴി മാറിപ്പോകാം, ദിശ മാറിപ്പോകാം. അവിടെയാണ് ആ നിരീക്ഷകൻ ഇരിക്കുന്നത്. ആ നിരീക്ഷകൻ ധ്യാനാത്മക മനസ്സിന്റെ ഉടമ കഴിഞ്ഞ് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എന്താണ്? ധ്യാനാത്മക മനസ്സാണ് നമ്മുടെ. കാരണം ലക്ഷ്യമുണ്ട്, നമ്മൾ കാമാണ്. നമ്മൾ പോലും അറിയാതെ എവിടെ എന്ത് സംഭവിക്കുന്നു? ഗിയർ മാറുന്നു, ആക്സിലേറ്റർ കൊടുക്കേണ്ടടുത്ത് കൊടുക്കുന്നു, ബ്രേക്ക് പിടിക്കേണ്ടടുത്ത് പിടിക്കുന്നു. അത് നമ്മൾ പോലും അറിയാതെ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുകയാണ്. എന്നിട്ട് അപ്പോഴും ലക്ഷ്യം എന്താണ്? ബാലരാമപുരം. ഇനി ബാലരാമപുരത്ത് നമ്മൾ എത്തി. ബാലരാമപുരത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണുള്ളത്? അവിടെ വീണ്ടും നമ്മൾ ചിന്തിക്കൂ, ബാലരാമപുരത്ത് ഇനി എത്താനുണ്ട് എന്ന് ചിന്തിക്കില്ല. അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞു, അവിടെ പിന്നെ വേറെ ചിന്ത വരുന്നില്ല. അപ്പം അതാണ് ആ സത്തയിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു അവസ്ഥയും. അത് മൂന്നാം മണിയാണ്. എന്നാലും നമുക്കിപ്പൊ ചിന്തിക്കാം, പോസിറ്റീവായിട്ട് ചിന്തിക്കാം അതിനെ. പണ്ട് ഗുരുജിയുടെ പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കാം, എങ്ങനെ ഒരു നമുക്ക് തിരിച്ചറിവ് വന്നു, നമുക്ക് ഒരു സത്യം ബോധ്യപ്പെട്ടു എന്നുള്ള തിരിച്ചറിവ് എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്? നമുക്ക് ഇത് കിട്ടി എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു അവയർനെസ് കിട്ടി എന്നുള്ളത് എങ്ങനെ മനസ്സിലാവും? ഗുരുജി പറഞ്ഞത്, ബാലു ഉറങ്ങാറില്ലേ? ഉണ്ട്. സ്വപ്നം കാണാറുണ്ടോ? ഉണ്ട്. അപ്പം അത് സ്വപ്നമാണെന്ന് എപ്പോ തിരിച്ചറിഞ്ഞു? ഉണർന്നപ്പോൾ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. സത്യത്തെ തിരിച്ചറിയാൻ എന്ത് വേണം? സ്വപ്നത്തിൽ നിന്നും ഉണരണം. ഉണരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കാണേണ്ടതിനെ കാണും, നമ്മളാണ് ഇതെല്ലാം എന്നുള്ളത് തിരിച്ചറിയും. അവിടെ എല്ലാം ഒന്ന് തന്നെയാണ്. അവിടെ ചിന്തകൾക്കോ നമ്മുടെ ഭാവനകൾക്കോ ഇതിനൊന്നും പ്രസക്തിയില്ല. അതിനെ തിരിച്ചറിയാൻ ചിന്തയുടെ ആവശ്യവും ഇല്ല. പക്ഷെ അതുവരെ ചിന്തകൾക്ക് പ്രസക്തിയുണ്ട്, അപ്രസക്തിയുണ്ട്. ഹരിയോം ഹരിയോം ഹരിയോം. വിശദമായിട്ട് സ്വാമിയോട് ഇന്ന് ബാലുജിയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം.
അതായത് സത്യം ഉള്ളിലാണ് എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. തത്വമസി, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ മഹാവാക്യങ്ങൾ പുരാതന കാലത്ത് തന്നെ നമ്മുടെ ഋഷിമാർ നമ്മൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ആ സത്യം അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കാറില്ല. കാരണം നമ്മൾ അതിനെക്കുറിച്ച് മനനം ചെയ്യുന്നതേയില്ല. പകരം നമ്മൾ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകളോടൊപ്പം സഞ്ചരിക്കുന്നു. അഹത്തെ തൃപ്തിപ്പെടുത്തുവാനുള്ള ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത്. അവയ്ക്ക് യാതൊരു പ്രയത്നവും കൂടാതെ കടന്നു വരുന്നു. അഹവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, സത്യവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. എന്നാൽ ഗുരുജി ചൂണ്ടിക്കാട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്. അതുവരെയുള്ള നമ്മുടെ ചിന്തകളും പ്രവർത്തികളും അഹത്തെ ചുറ്റിപ്പറ്റി മാത്രമായിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അവയെ മാറ്റി പകരം സത്യത്തെക്കുറിച്ചുള്ള ചിന്തകൾക്ക് പ്രവേശനം നൽകാൻ പ്രയാസമാണ്. ഗുരു പകർന്നു തരുന്ന അറിവുകളെ മനനം ചെയ്തും സാധന ചെയ്തും ആത്മവിചാരം നടത്തിയും സത്സംഗങ്ങൾ കേട്ടും മാത്രമേ സത്തയെക്കുറിച്ചുള്ള ചിന്തകളെ വീണ്ടും വീണ്ടും ഉണർത്തുവാൻ കഴിയും. മനസ്സോട് കലർന്നിരിക്കുന്ന അഹംബോധവും കലർപ്പില്ലാത്ത ശുദ്ധബോധവും രണ്ട് തലങ്ങളിൽ ആയതുകൊണ്ടാണ് സത്യത്തെക്കുറിച്ചുള്ള ചിന്തകളെ ഉണർത്താൻ തുടക്കത്തിൽ പ്രയാസമായിരിക്കും. ഗുരുജി പറയുന്നുണ്ട് ഇവിടെ, അഹത്തെക്കുറിച്ചുള്ള ചിന്തകളെ വരുന്നതിന് വലിയ പ്രയത്നരഹിതമാണ്. പക്ഷേ സത്യത്തെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ആദ്യം തുടക്കത്തിൽ ഒരു പ്രയത്നം ആവശ്യമാണ്. അപ്പൊ സത്തയെ അനുഭവിച്ചറിയേണ്ടതാണ്. എന്നാൽ നിരന്തരം സത്തയാണ് ഞാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് സാധകൻ തമ്മിൽ സത്യത്തെക്കുറിച്ച് മാത്രം സത്സംഗം ചെയ്യുമ്പോൾ ഉയർന്ന ബോധ മണ്ഡലത്തിൽ അവര് ഉയരുമെന്ന് ഗുരുജി വ്യക്തമാക്കി തരുന്നു. കാരണം അഹംബോധത്തിൽ നിൽക്കുമ്പോൾ മനസ്സ് ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിച്ച് അവയെക്കുറിച്ച് വ്യാഖ്യാനങ്ങൾ നടത്തി ഓർമ്മകൾ അയവിറക്കി സങ്കല്പങ്ങൾ നെയ്തുകൂട്ടി ലക്ഷ്യമില്ലാതെ സഞ്ചരിക്കുന്നു. മനസ്സിന്റെ ഇത്തരം ചലനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാനാണ് ഗുരുജി ഉപദേശിക്കുന്നത്. മനസ്സിനെ നിശ്ചലമാക്കുവാൻ ആ സൂക്ഷ്മ നിരീക്ഷണം നിരന്തരം ചെയ്യുമ്പോൾ അവനറിയാതെ തന്നെ അവനിൽ ധ്യാനം സംഭവിക്കുന്നു. ധ്യാനിക്കണമെന്ന ആഗ്രഹത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഒന്നിനോട് ഒട്ടലില്ലാതെ സാക്ഷിഭാവത്തിൽ നിലനിന്ന് ആന്തരികവും ബാഹ്യവുമായ ചലനങ്ങളെ നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന നിശ്ചലതയില് സാധകന് തിരിച്ചറിയാൻ കഴിയുന്നു. സത്തയെ അനുഭവിച്ചറിയാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറയുവാൻ യോഗ്യതയില്ല. എങ്കിലും ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് അഹത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മനസ്സിനെ സാധനയിലൂടെ ഈ നിമിഷത്തിൽ നിലനിർത്തി നിശ്ചലമാക്കുമ്പോൾ ഉള്ള ശാന്തതയെ അനുഭവിച്ചറിയുക. ആ ശാന്തതയിൽ മനസ്സ് നിശബ്ദമാകുന്നു. ആ നിശബ്ദതയിൽ നിത്യാനിത്യ വിവേക ബുദ്ധിയുടെ സാന്നിധ്യത്തിൽ ആ നിരീക്ഷകൻ ഉണരുന്നു. ആ ധ്യാനാത്മക മനസ്സിനെ നിരീക്ഷകന് വിട്ടുകൊടുക്കുക, അതിൽ തന്നെ നിലനിൽക്കുക. ഇത്രയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. വിശദമായിട്ട് നേരത്തെ സ്വാമി അമ്മയും ബാലജിയും പറഞ്ഞു. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. ഹരിയോ. ധ്യാനം ഗുരുജി തുടങ്ങിയത് ആ ഒരു ഇതിലാണ്. നമുക്ക് ധ്യാനത്തെക്കുറിച്ച് ധ്യാനിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നതിൻ്റെ അർത്ഥമുണ്ടോ എന്നതാണ്. അപ്പോൾ സ്വാമിയമ്മ അത് പറഞ്ഞപ്പോഴത്തേക്ക്, കാരണം ഞാൻ പലപ്പോഴും ഇതിലൊരു കോൺട്രവേഴ്സി
ഇപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല ക്ലാസ്സുകളും കേൾക്കുമ്പോൾ ഇപ്പം അമ്മ എക്സ്പ്ലനേഷൻ പറഞ്ഞ കണക്ക് പ്രൊലോങ് കോൺസെൻട്രേഷൻ ഓൺ എ തോട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പലപ്പോഴും നമുക്ക് ഈ തുടക്കക്കാർക്ക് ഒരു തെറ്റായ ധാരണ നൽകുമെന്നാണ് ഒരു യാത്രികൻ എന്ന നിലയിൽ നമുക്ക് തോന്നുന്നത്. കാരണം തുടങ്ങിയത് ഇതാണ്, ഒടുങ്ങിയത് അല്ലെങ്കിൽ ഒടുങ്ങുന്നത് ചിന്തിക്കാനായിട്ട് സത്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് കഴിയില്ല. നിരീക്ഷകൻ തന്നെയാണ് ആ സത്യം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ധ്യാനാത്മക മനസ്സിൽ ആ സത്ത മാത്രം നിലനിൽക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ ചിന്തകൾക്ക് പ്രാധാന്യമില്ല. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഒരു വസ്തുവിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ധ്യാനത്തിലേക്ക് പോകുവാൻ കഴിയും? ഇതിൽ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 2 ഫിലോസഫിക്കും അതാത് തലങ്ങളിൽ പ്രാധാന്യമുണ്ട്. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ആ മൈൻഡ് ഒരു വസ്തുവിൽ നിൽക്കാൻ അവന് കഴിയില്ല. ഒന്ന് അല്ലെങ്കിൽ അടുത്ത മങ്കി മൈൻഡ് ചാടി പോവുകയാണ്. അവന് അല്പമെങ്കിലും ഒരു വസ്തുവിലേക്ക് നമ്മൾ കോൺസെപ്റ്റ്, ത്രാടക എന്നൊക്കെ പറഞ്ഞ യോഗയിലുണ്ട്. ഒരു പർട്ടിക്കുലർ ഒരു ലൈറ്റിനെ നമ്മളത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പിന്നെ കണ്ണടയ്ക്കുമ്പോൾ ദാറ്റ് ലൈറ്റ് വിൽ അപ്പിയർ, വി വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ ദാറ്റ്. ഇപ്പോൾ ഗുരുജി പറയുന്ന കണക്ക് യു കോൺസെൻട്രേറ്റ് ഓൺ യുവർ ബ്രെത്ത്, ശ്വാസത്തിൻ്റെ ഗതിവിഗതികളെ, ശ്വാസത്തിൻ്റെ തണുപ്പ്, ചൂട്, ഇതിനെയൊക്കെ നീ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത്. ഇതെല്ലാം ആദ്യം നിനക്ക് ഒരു പ്രയത്നം ആവശ്യമാണ്. കാരണം നിന്നിൽ ആ നിരീക്ഷകൻ്റെ ജനനം നടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആ സമയത്ത് സത്തയിലേക്കുള്ള വഴികളെക്കുറിച്ച് വിചിന്തനം ചെയ്യേണ്ടി വരും. പക്ഷെ അത് സത്തയല്ല. നമ്മൾ ഓർക്കേണ്ടത്, ഗുരു പിന്നെയും പറയുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗം ഇന്ന് പറയുന്നുണ്ട്. വിവേകബുദ്ധി നിരീക്ഷകൻ. ഞാൻ തന്നെ ഇടയ്ക്ക് പല പ്രാവശ്യവും ഇതിൽ തന്നെ ഞാൻ ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഇതെങ്ങനെ? ഇന്ന് ഗുരുജി അത് വളരെ ക്ലാരിഫൈ ചെയ്ത് പറയുകയാണ്. നിന്നിൽ ആ ശാന്തത, ആ നിശബ്ദത, അതിൻ്റെ ഒരു അനുഭവം തുടങ്ങുമ്പോൾ നിന്നിൽ ആ വിവേക ബുദ്ധിയുടെ ജനനം സംഭവിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിവേക ബുദ്ധി ജനനം എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴാണ് ഇത് നമ്മളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്?
അത് ഗുരുജി പറയുന്നുണ്ട്. നമ്മൾ ഈ നിമിഷത്തിൽ നമ്മൾ മനസ്സിൻ്റെ ഒരു അഹത്തിൻ്റെ ഒരു നമ്മളിൽ നിലനിൽക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരവസ്ഥയും, എന്നാൽ ഈ പ്രയത്നിച്ചുകൊണ്ട് നമ്മൾ സഞ്ചരിച്ചപ്പോൾ നമുക്ക് ഏതോ നിമിഷത്തിൽ ചില അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. എപ്പോഴാണോ നീ സ്വയം ചിന്തിക്കുന്നത്, ഇപ്പം നമ്മൾ തന്നെ പലപ്പോഴും ഗുരുജിയുടെ അടുത്ത് ചോദിക്കും, ഗുരുജി ഇതേ കണക്ക് എനിക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം, ഞാനിങ്ങനെ പോയി അപ്പോൾ 2 തലങ്ങൾ പോയി പിന്നെ ഞാൻ വീഴുന്നു, അപ്പം എനിക്ക് 2 അനുഭവങ്ങൾ വരികയാണ്. അപ്പോഴാണ് അവിടെ വിവേക ബുദ്ധിയുടെ ജനനമാണ്. അപ്പം 2 തലങ്ങളെ നീ തിരിച്ചറിയുന്നു. ഇത് നിരീക്ഷണത്തിൻ്റെ ആ വിവേക ബുദ്ധി വർക്ക് ചെയ്യുന്നതാണ് നിരീക്ഷകൻ്റെ ജനനം. അത് നിരീക്ഷകൻ അല്ല യഥാർത്ഥത്തിൽ. ഇറ്റ് ഈസ് എ ബേസ് പോയിന്റ്. പക്ഷെ അതൊരു സത്ത നിന്നിൽ ജനിക്കുവാൻ തുടങ്ങി, സ്ഫുരണങ്ങൾ നിന്നിൽ തുടങ്ങി എന്നാണ്. ഗുരുജി അതേ കണക്ക് തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഒരു സാധകൻ സാധനയിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ മനസ്സിൻ്റെ ചലനങ്ങളുണ്ടാവാം. ഈ ചലനങ്ങളിൽ പെട്ട് അവൻ വ്യാഖ്യാനിക്കാറുണ്ട്. ശരി, തെറ്റ്, ഞാൻ നല്ലത്, നല്ല ഞാൻ, ചീത്ത ഞാൻ, നല്ല വേറൊരാൾ, നല്ല മോശപ്പെട്ട വേറൊരാൾ, പലതിനെയും അകവും പുറവും നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു, ഗുരുജി ഇത് വല്ലാത്ത ഞാൻ മോശപ്പെട്ടതായിപ്പോയില്ല ഗുരുജി, അല്ലെങ്കിൽ ഞാൻ നല്ലതാണ് ഗുരുജി. കുറഞ്ഞ ശരത്തെ, നീ നന്നായിട്ട് നല്ല സച്ചിന്തകൾ മാത്രം നിന്നിൽ ഉള്ളപ്പോൾ മാത്രമേ നിന്നിൽ ആ ഉള്ളൂ എന്ന് നീ ചിന്തിക്കുന്നത് തെറ്റാണ്. നിന്നിലെ ആ ചിന്തകൾ, സോക്കോൾ നിൻ്റെ മോശപ്പെട്ട ചിന്തകൾ സമയത്ത് ആ ഗുരു സമക്ഷം നിന്നിലില്ല എന്ന് ചിന്തിക്കുന്നതും തെറ്റാണ്. കാരണം ആ സമയത്തും നീ ഒരു സാധകൻ ചെയ്യേണ്ടത് ആ സത്യയാവുന്ന ഗുരുവിനെ മുറുക്കി പിടിക്കുകയാണ്. കാരണം ഗുരു ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്, സത്യയ്ക്ക് വ്യാഖ്യാനങ്ങളില്ല, സത്യയ്ക്ക് ചിന്തകളില്ല, സത്യയ്ക്ക് ലക്ഷ്യമില്ല. സത്ത നിനക്ക് ഒരു ചിന്തയെ കൊണ്ട് വ്യാഖ്യാനിക്കുവാൻ കഴിയുന്നതല്ല. നീ സത്യയാണെങ്കിൽ ആ സത്യയെ ചിന്ത കൊണ്ട് നിനക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? ആ മഹത്വത്വങ്ങൾ, ആ പരമസത്യത്തെക്കുറിച്ച് ഉള്ള ആ ബോധവാൻ്റെ ആ ബോധബിന്ദുക്കൾക്ക് മുമ്പിൽ നമുക്ക് സാഷ്ടാംഗം പ്രണമിക്കാം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിലൂടെ ഗുരുജി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. 2 മണ്ഡലങ്ങളെ പറ്റി വ്യക്തമായ ഒരു ധാരണയിൽ നമുക്ക് എത്തിക്കുന്നുണ്ട്. ഒന്ന് അഹം എന്ന് പറയുന്ന അധോ മണ്ഡലവും സത്യം എന്ന് പറയുന്ന ഊർധമണ്ഡലവും. എന്നുവെച്ചാൽ രണ്ടിന്റെയും ഗമനം 2 രീതിയിൽ 2 വഴിക്കാണ്. അധോഗമനം ചെയ്യുന്നത് അഹമാണെങ്കിൽ ഊർധഗമനത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിയാൻ ശ്രമിക്കുന്നത് സത്യയെ കുറിച്ചുമാണ്. അപ്പൊ അധോമണ്ഡലങ്ങളില്
ആ അഹത്തിനെ സഹായിക്കാൻ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട്. എന്നാൽ സത്തയെപ്പറ്റി അറിയാൻ ഒരു ഘടകവും ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അതിന് സത്യ അറിയണമെങ്കിൽ ഒന്നിന്റെയും പിൻബലം ഇല്ല, ഇത് അറിയാൻ സാധിക്കണം. ഇവിടെ നമുക്കൊരു കുറച്ചുകൂടെ ക്ലാരിറ്റിയിലൂടെ കുറിച്ച് ഒരു അനുഗ്രഹം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ നിരീക്ഷകൻ തന്നെയാണ് സത്ത എന്നൊരു അവയർനെസ് നമുക്ക് തരുന്നു. അപ്പോൾ മുമ്പൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് മാതിരിയാവുന്നു. നമ്മളുടെ മുന്നിലെത്തുന്ന ആ പരമഗുരുവിനെ നമ്മൾ ഏത് ഘടകം ഉപയോഗിച്ച് തിരിച്ചറിയുന്നു എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നു. അന്ന് നിശബ്ദമായിരുന്നു. ആ നിശബ്ദതയ്ക്ക് ഒരു ആൻസർ കിട്ടി. യഥാർത്ഥത്തില് നമ്മള് ഗുരുജിയെ കണ്ടതിന് ശേഷം നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം എന്നെ ശിഷ്യനാക്കണം. ഓക്കെ, സമ്മതിച്ചു. ഒരു ദിവസം പോയി വെറ്റില ദക്ഷിണയൊക്കെ കൊടുത്ത് ശിഷ്യനായി. എന്റെ ആ ഒരു എന്താ പറയുക, വിറക്കേട്. കാരണം ഈ ജന്മത്തിലെ ശിഷ്യനാക്കാനായിരുന്നു ഞാൻ ചോദിച്ചത്. എത്രയോ ജന്മത്തിലെ ഗുരുവിന്റെ ഗുരു എന്റെ ഗുരുവാണെന്നുള്ള സത്യം ഞാൻ അറിയുന്നില്ല. അതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ചോദ്യം ചോദിച്ചത് എന്നെ ധ്യാനം പഠിപ്പിക്കണം. അപ്പൊ ധ്യാനം എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? എനിക്ക് വേറെ പോകാൻ മാർഗമൊന്നുമില്ല, വേറെ പോകാൻ ഇടവുമില്ല, ധ്യാനം പഠിപ്പിക്കും. അപ്പോ ഗുരുജി അന്നേരം പറയാൻ മറുപടി, ധ്യാനം പഠിപ്പിക്കാനുള്ളതും പഠിക്കാനുള്ളതുമല്ല, അത് സ്വയമേവ സംഭവിക്കേണ്ടതാണ്. അപ്പൊ അന്നത്തെ സമയത്ത് എനിക്കത് കാരണം പിന്നെ നമുക്ക് എന്താണ്, കാരണം ഗുരുവിലൂടെ അല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഗുരുജി തന്നെ ഇങ്ങനെ പറയുന്നു. അപ്പം ആ ഒരു വാശിക്ക് ഒരു ദിവസം പോയി സഹസ്രാമൊക്കെ ജപമെല്ലാം കഴിഞ്ഞിട്ട് കഥയൊക്കെ അടച്ചിരുന്ന് ക്ലോസ് ചെയ്തിരുന്ന് ഇരുട്ട്. അപ്പൊ ഇരുട്ടിലെ ധ്യാനിക്കാവുന്നൊക്കെ ഉള്ള സങ്കല്പങ്ങളാണ്. ആ ഇരുട്ട് തിരുന്നിട്ട് കണ്ണുകൾ അടച്ചു. അപ്പം ആദ്യം കിട്ടിയ ധ്യാനാനുഭവമാണ്. അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ മുന്നില് ഒരു തിരശീല മീൻസ് നമ്മളിപ്പം ഒരു തിയേറ്ററെ സങ്കല്പിക്കാം. തിയേറ്ററിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പരസ്യങ്ങളാണ് ഇടുന്നത്. പരസ്യങ്ങൾ എന്ന് വെച്ചാൽ ഇന്നത്തെ രീതിയിലുള്ള പരസ്യങ്ങൾ വരുന്നതിന് മുമ്പ് സ്ലൈഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ സ്ലൈഡുകളിലൂടെ നമ്മൾ കണ്ടത് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അങ്ങനെ കുറേ എനിക്കറിയാൻ മേലാത്ത പലരും ഉണ്ടായിരുന്നു അതിനകത്ത്. അല്ലെങ്കിൽ പിൻകാലത്ത് നമ്മൾ മനസ്സിലാക്കി വന്ന ഋഷീശ്വരന്മാരൊക്കെ ആ ഒരു പിക്ചർ രൂപേണ എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇരുന്നു. കാരണം നല്ല നല്ല കുറെ പിക്ചേഴ്സ് ആണല്ലോ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമ കാണുന്ന ആ ഒരേ ഫീൽ ഇങ്ങനെ കണ്ടോണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പം എൻ്റെ ശിരസിൽ നിന്ന് ഒരു തൂവൽ സ്പർശം അതിങ്ങനെ മുഖത്തൂടെ താഴേക്ക് ഇങ്ങനെ അരിച്ചിറങ്ങി വരുന്നു. അപ്പൊ നട്ടലിന്റെ ഭാഗത്തൊക്കെ എത്തിയപ്പോ നന്നായിട്ട് സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയും അധോ മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഞെട്ടി ഉണർന്നു. അപ്പൊ ആ ധ്യാനാനുഭവം അവിടെ വെച്ച് എൻഡ് ചെയ്തു. അപ്പൊ ഇത് ഗുരുജിയോട് പറഞ്ഞപ്പോ എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഭയപ്പെട്ടു പോയി ഗുരുജി, അതുകൊണ്ട് നമ്മൾ ചാടി എഴുന്നേറ്റു എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഗുരുജി ഞാൻ ഒരു കണ്ടീഷണൽ മൈൻഡോടുകൂടിയല്ല ധ്യാനിക്കാനിരുന്നത്. പക്ഷെ കാണാൻ സാധിച്ചത് കുറേ ഋഷീശ്വരന്മാർ. ഞാൻ ഇവരെയൊക്കെ മെമ്മറൈസ് ചെയ്തിട്ടുമല്ല അവിടെ നിന്ന് കാണാൻ ശ്രമിച്ചത്. അപ്പൊ ഗുരുജി അതിന് മറുപടി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇവരെല്ലാം സഞ്ചരിച്ച വഴികളിലൂടെയാണ് നിനക്കും സഞ്ചരിക്കാനുള്ളത് എന്നൊരു ബോധ്യപ്പെടല് ആണ്. അപ്പോൾ അന്ന് എനിക്ക് ഫീൽ ചെയ്തു, ഇതാരെന്നെ കാണിച്ചു തന്നു. അപ്പൊ ഞാൻ അന്നേരം ഗുരുവായിരിക്കും കാണിച്ചു തന്നത്, ഗുരുവിനല്ലേ മാർഗദർശനം നൽകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ രൂഢമൂലമായിട്ട് അന്നേ എന്നിൽ ഫീൽ ചെയ്തിരുന്നു. അപ്പം പലപ്പോഴും ഗുരു നമ്മുടെ സമീപത്തൂടെ പോകുമ്പോൾ നമുക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഗുരുവിന്റെ അടുക്ക് എത്തിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് നിശബ്ദരാകുന്നുണ്ട്. ചില സമയത്ത് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ നമ്മൾ അറിയാതെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്, പരിണാമങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്.
കാരണം ഞാനൊരു വട്ടം ക്യാമ്പിൽ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, മീറ്റുമിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തുള്ളിച്ചാടി നടക്കാനുള്ള ആഗ്രഹം തോന്നുന്നു. എന്ന് വെച്ചാൽ ഒരു കൊച്ചു കുട്ടിയെ പോലെ തുള്ളിച്ചാടി നടക്കാൻ ആഗ്രഹം വരുന്നു. പക്ഷേ ഞാൻ എന്നെ പോലെ അല്ല, അവിടെ പറഞ്ഞത് ഞാൻ എന്നെ പോലെ ഇരിക്കണ്ടേ. അപ്പൊ ഞാൻ ധരിച്ചു വെച്ചിരുന്ന എന്നെ എന്ന് വെച്ചാൽ കുറച്ച് സൈലന്റ് ആയിട്ട് പക്വതയോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമല്ലേ അത്. പക്ഷേ അവിടെ ഗുരുജി പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാല്, നമ്മളെ അതായിരിക്കുന്ന അവസ്ഥയില് നമ്മള് നിശബ്ദരാകും. നമ്മളില് പറഞ്ഞ ആ സൗന്ദര്യം, ഗുരുജി പറഞ്ഞ ആ സൗന്ദര്യം ഇല്ലേ, ആ നിശബ്ദതയുടെ സൗന്ദര്യം, ആ മൗനത്തിന്റെ സൗന്ദര്യം, ഇതൊക്കെ നമുക്ക് ഭുജിക്കാൻ സാധിക്കും. അപ്പൊ യഥാർത്ഥത്തില് പലതും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റൂല. എല്ലാവരിലും ആ ഒരു എക്സ്പീരിയൻസ് കടന്നു പോകുന്നുണ്ട്. ആ ധ്യാനാത്മകമായ മനസ്സ് ഉണരുന്നുണ്ട്, നിരീക്ഷകൻ ഉണരുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തോ കൊണ്ടോ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ ആ ഒരു അവസ്ഥയിൽ. അപ്പൊ കുറെ നാൾ ഇങ്ങനെ ഓരോ ടീച്ചിങ്സ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മള് ആ മീറ്റുമീന്ന് ക്യാമ്പ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ ടോട്ടലി ഭയങ്കര സൈലൻസ്, ഇന്നർ സൈലൻസ്. അപ്പൊ ഒരു വട്ടം ഇങ്ങനെ ചോദിച്ചു, എനിക്ക് ആ മൗനത്തിൽ നിൽക്കാൻ ഭയങ്കര കൊതി വരുന്നു, അതിനെ നിലനിർത്താൻ കൊതി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതാണ് അന്തർമൗനം. നമുക്ക് പ്രാക്ടീസ് ചെയ്യാതെ പ്രാക്ടീസായി പോകുന്ന ഒരു കാര്യമാണ് അന്തർമൗനം. അത് കിട്ടുന്നത് കൊണ്ടാണ് ഈ ആ സൈലൻസ് നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അത് കുറേ കഴിയുമ്പോൾ ഈ ഭൗതിക വ്യവഹാരമായിട്ട് മേർജ് ചെയ്യപ്പെടുമ്പോൾ ക്രമേണ അത് നഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും ഞാൻ പലപ്പോഴും തിരിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കും. ഇപ്പൊ ബസ്സിലാണ് വരുന്നതെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കും. കാരണം ആ ഒരു സ്മരണയിൽ, ആ സ്ഫുരണത്തിൽ തന്നെ നിലകൊണ്ട് നിൽക്കാൻ ഞാൻ ശ്രമിക്കും. കാരണം എന്തൊരു സുഖമാണത്. പക്ഷെ അതിനെ വ്യാഖ്യാനിക്കാല്ലേ ഇപ്പൊ ഞാൻ ശ്രമിക്കും. കാരണം അനുഭവിച്ചറിഞ്ഞത് സത്യം യഥാർത്ഥത്തിൽ പറയുകയാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നിശബ്ദമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കും. പലപ്പോഴും ആ നിശബ്ദതയിലൂടെ ഒന്നുമേ കൺവേ ചെയ്യാൻ സാധ്യമല്ലെന്ന് ചില തിരിച്ചറിവുകൾ ചില സമയത്ത് കിട്ടാറുണ്ട്. പലതിനും നമുക്ക് ആൻസറബിൾ അല്ല, മൈൻഡ് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ആൻസറബിൾ അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് പല സാമ്യമ്മയും ശരജിയും എല്ലാവരും പറഞ്ഞത്, ബാലുജി എല്ലാം, ഗിരീഷ് സാറും എല്ലാം പറഞ്ഞത്. കാരണം ഇതില് നമുക്ക് പ്രത്യേകിച്ച് ഇനി അതിനൊരു വ്യാഖ്യാനം കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം സത്യയെപ്പറ്റി നമ്മൾ എത്തിയിട്ടില്ല, സത്യയെപ്പറ്റി അറിഞ്ഞു തുടങ്ങുന്നു, അല്ലെ സത്യയിലേക്ക് എത്താനുള്ള ചവിട്ടുപടികളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ ഈ ഉപാധിരഹിതമായി നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ സത്തയെ അനുഭവിച്ചറിയാൻ നമുക്ക് ഗുരുജി പല സമയങ്ങൾക്കും അവസരം നൽകുന്നതിൽ നമ്മൾ കൃതാർത്ഥരായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഗുരുജി കഴിഞ്ഞ ദിവസം തന്നെ പറയുകയുണ്ടായി, നമ്മൾ ശബരിമലയിൽ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത്, ഭഗവാനെ കാണുന്നതിനേക്കാളും മുമ്പ് കാണുന്നത് തത്വമസി എന്ന് പറയുന്ന ബിൽഡിങ്സ് ആണ്. അപ്പോൾ ഇത്രയും ത്യാഗം സഹിച്ച് എത്തുന്ന ഒരു വ്യക്തി ആ തത്വമസി എന്ന് പറയുന്ന ബോർഡ് കാണുമ്പോൾ യഥാർത്ഥത്തില് അവനില് ബോധപ്രാപ്തി കിട്ടേണ്ടതല്ലേ? കിട്ടാത്തത് കൊണ്ട് എത്രയോ വർഷാവർഷം പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പോയാൽ മതി, അല്ല ആ ഒരു പ്രാവശ്യം കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കണം. അപ്പോൾ ഈ പറയില്ലേ, ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെയാണ് പലതും. നമ്മൾ ഉപയോഗിക്കുന്ന ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ സത്തയെ കലർപ്പുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം എപ്രകാരമാണ് സൂര്യൻ മേഘങ്ങളാൽ മറയപ്പെടുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ സത്തയും നമ്മളുടെ ആ മനസ്സിന്റെ സ്വാധീനത്താലും ഒക്കെ മറയപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തില് ആ തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. കാരണം ഗുരുജി നൽകുന്ന ഈ ജീവനുള്ള വാക്കുകൾക്ക് ഇത്രയും പ്രസക്തി ഉണ്ടെങ്കിൽ അത് അനുഭവജ്ഞാനത്തിലൂടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് മറ്റൊന്നും ഭാരമായി തീരത്തില്ല, അല്ലെങ്കിൽ ഒരു ഘടകങ്ങളും ആശ്രയിക്കേണ്ടി വരില്ല. അപ്പൊ യഥാർത്ഥത്തില് ആ ഒരു ചിന്താഗതിയിലൂടെ നമ്മൾ സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തില്
നമ്മൾ അറിയുന്നത് ആ സത്തയെക്കുറ്റിയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. ആ സത്തയിലേക്ക് മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ. ആ ശ്രദ്ധയിലൂന്നിയുള്ള യാത്രയാണ് ആധ്യാത്മികത. ആ ആധ്യാത്മിക ബോധം ലഭിക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞ് പോകണം. അതിന് തന്നറിവ് സമ്പാദിക്കേണ്ടതുണ്ട്. അപ്പൊ ആ തന്നറിവിലേക്ക് നമുക്ക് എത്താൻ ജഗദീശ്വരനും ഗുരുവും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിയോ. അപ്പൊ let me apologize for taking so much time for my talk. I took too much time today. ഒരു 22 minutes or more than that. I've taken 20 to 30 minutes. I'm very sorry for that. പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ പറയണം. നമ്മൾ അവിടെ പാത്തി പോയപ്പം ആ സത്ത തന്നെ എക്സ്പോസ് ചെയ്ത് തന്ന കാര്യം പോലെ ആയിരുന്നു. അതുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. ഫോർഗിവ് മീ ഫോർ ദാറ്റ്. പിന്നെ മറ്റേത് പറയാൻ ഉദ്ദേശിച്ചത്, നമ്മള് ഈ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടക്കുമ്പം മറ്റേ ഞാൻ പറഞ്ഞ ബുക്ക് ഗുരുജി നമുക്ക് തന്നില്ലായിരുന്നോ മലേഷ്യ പോകാനുള്ളപ്പം. അപ്പൊ അതിനകത്ത് ലാസ്റ്റിൽ എഴുതിയത്, ഡോക്ടേഴ്സ് എഴുതിയത്, that meditation is a good technique for rejuvenating your brain. കാരണം മെഡിറ്റേറ്റ് ചെയ്യുമ്പം ഈ സൈലൻസിൽ വരുമ്പം ഈ എല്ലാ ബ്രെയിനിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ വേവ്സ് എല്ലാം, ചിന്തകള്. പിന്നെ അതെല്ലാം ശമിപ്പിച്ചു വരുമ്പം ഉണ്ടാവുന്ന ആ സോഫ്റ്റ്വെയർ അവിടെ നിശ്ചലമാകുമ്പോൾ അവിടെ എന്തോ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അതായത് പുതിയ നെർവ് സെൽസിനെ പിന്നെ അവിടെ ഉണ്ടാവും, അത് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ ആ പുതിയ സെൽസ് ഉണ്ടാവുമ്പം ആ ബ്രെയിൻ വിൽ ബി വെരി ആക്റ്റീവ്. അതുകൊണ്ടായിരിക്കും ഇവർ പറയുന്ന മെഡിറ്റേഷൻ ഇസ് ഗുഡ്, കോഗ്നിഷൻ വിൽ ബി വെരി അപ്ഡേറ്റഡ്, ആൽഷിമേഴ്സ് വരില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഇതും കൊണ്ടായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ മീൻസ് ഗ്രഹിക്കാൻ പറ്റുന്ന അതാണ്. പിന്നെ അല്ലാതെ അവര് പറഞ്ഞത്, ഇതിനകത്ത് പറയുന്നുണ്ട്, ദിസ് പ്രോസസ് കോൾഡ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി വെർ ന്യൂ സെൽസ്, നെർവ് സെൽസ് ആർ ഫോംഡ്. അതിങ്ങനെ പുതുക്കി ഫ്രഷ് ന്യൂ സെൽസ് ആയിട്ട് ഇങ്ങനെ വരുമ്പം ആ പഴയ സെൽസ് പോകുമ്പം ഈ സെൽസ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ കണക്ഷനില് എന്തോ മെസ്സേജസ് കടന്നു പോകും. അപ്പൊ ഈ മെസ്സേജസ് ഉണ്ടാവുന്ന ആൽഫ വേവ്സ്, ബീറ്റ വേവ്സ്, ഗാമ വേവ്സ് ഉണ്ടാവുന്നത്, ആ മെസ്സേജസ് ചിലപ്പം നമ്മുടെ ഉള്ളിൽ ഉണ്ടല്ലോ വാസനകള് ചിലത് സൃഷ്ടിക്കുന്നത്, അത് ആ ന്യൂറൽ പാത്സ് ആണ്. ചില വാസനകൾ സൃഷ്ടിക്കുന്നതും കിടക്കുന്നതും ചിലത് ചെയ്യാൻ ഒരു പ്രവണത ഉണ്ടാകുന്നത് ന്യൂറൽ പാത്സ് എന്ന് പറയും. ആ മെസ്സേജസ് ആയിട്ട് എന്താണ് ആ വൈബ്രേഷൻസ് സെൽസിന്റെ, നെർവ് സെൽസിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് വണ്ണായിട്ട് വൈബ്രേറ്റ് ചെയ്യും, പെട്ടെന്ന് മെസ്സേജ് വിടണം. ഇപ്പൊ ഹാർട്ട് ബീറ്റിനുള്ള വേവ്സ്, പിന്നെ കണ്ണിൽ നിന്നും പോകുന്ന നെർവ്സ് ടു ദ മസിൽസ്, എവറി പാർട്ട്. കണ്ണും കൊണ്ട് ഒരു ആനയെ കണ്ടാൽ അതിൽ നിന്നുണ്ടാവുന്ന ആ നെർവ്സ് എല്ലാം ചെന്ന് കാലിന്റെ മസിൽസിൽ എത്തുമ്പം മെസ്സേജ് കൊടുക്കും. ആദ്യം അഡ്രിനാലിൻ ഗ്ലാൻഡിൽ പോകും, അവിടെ മെസ്സേജ് കൊടുക്കും ആന. അപ്പൊ അവിടെ നിന്ന് അഡ്രിനാലിൻ ഗ്ലാൻഡ് റിലീസ് ചെയ്യും. അപ്പൊ ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് എന്നും പറയുന്ന ഉള്ള ഒരു ഇത് വരും, ബ്രെയിനിലും വരും. എന്നിട്ട് അത് കണ്ടോണ്ട് ഓടുന്നതിന് എന്തോ വേണം, മസിൽ ആക്ടിവേറ്റ് ചെയ്യണം. അതും ആ നെർവ്സ് വഴിയാ വരുന്നത്. അതുപോലെ ഇങ്ങനെ തന്നെ ആ ബ്രെയിനിനകത്ത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും ഈ ഓരോരോ ചേഞ്ചസ് നമ്മുടെ ഉള്ളിൽ വരുമ്പം, ഈ ഓരോ ഡിഫറെന്റ് സ്റ്റേജസ് വരുമ്പം പുതിയ സെൽസ് ഉണ്ടാകാൻ മെഡിറ്റേറ്റ് ചെയ്തിട്ട് സൈലന്റ് മോഡിൽ വരുമ്പോ, നിരീക്ഷകനായിട്ട് വരുമ്പം, സൈലൻസ് ആയിട്ട് വരുമ്പം, ആ സത്തയായിട്ട് വരുമ്പം എപ്പോഴും ആ സെൽസ് ആക്റ്റീവായിട്ട് പുതിയ ന്യൂറൽ പാത്വേസ് വന്നിട്ട് ആ പാത്വേസ് എന്തായിരിക്കും, കൂടുതൽ ഡിസ്റ്റർബൻസ് ഇല്ലാത്തതായിരിക്കും. അപ്പൊ അവിടെ ആ സൈലൻസ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ സ്ട്രെസ് ഒന്നും ഉണ്ടാകാതെ ഈ ബൈപോളർ ഡിസോർഡർ അങ്ങനത്തെ ചില അസ്വസ്ഥതകളുള്ളവരുടെ ആ ചിന്ത വേലികയറ്റം കുറയുന്നത്. ഒന്ന്. രണ്ടാമത് കോഗ്നിഷൻ, അതായത് ഓർമ്മശക്തി എന്നല്ല, കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കാനുള്ള എബിലിറ്റി, ഗ്രഹിക്കാനുള്ളത്, ആ ബോധമണ്ഡലത്തിൽ നിന്ന് ഗ്രഹിക്കാനുള്ള ആ എബിലിറ്റി, അവയർനെസ് എന്ന് പറയുന്നത്, ബോധം തെളിയാന്, അതിനൊക്കെ ഉണ്ടാവുന്ന ആ ഫ്രഷ് സെൽസ് ഉണ്ടാവുമ്പം നമ്മൾ അതിനെ കൊണ്ട് നിരീക്ഷകൻ എന്നുള്ള തലത്തിൽ എപ്പോഴും നിൽക്കാൻ, ആ പ്രസന്റിൽ നിൽക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അങ്ങോളം ടിൽ ദിസ് ബോഡി ഈ ക്ഷയിക്കുന്നത് വരെ നമ്മുടെ ആ അറിയൽ പ്രോസസ്
ആക്റ്റീവായിട്ടിരിക്കും, അതിനൊരു കോട്ടവും പറ്റില്ല. അപ്പൊ നമ്മുടെ ഹാർട്ട് ഫെയിലിയർ ഉണ്ടായാലും ഈ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യും. അവസാനം ആ ബ്രെയിനും ഫങ്ഷൻ ചെയ്ത് നിൽക്കുമ്പോഴേ ഉള്ളൂ നമ്മുടെ ബോഡി ടോട്ടലി ഓഫ് ആകുന്നത്. അപ്പൊ അതുകൊണ്ടൊന്ന് പറയണമായിരുന്നു, അത്രേ ഉള്ളൂ. താങ്ക് യു. ഹരിയോ.